ഇത് ഗുരുവായൂരിലെ ആദ്യത്തെ എക്സ്പ്രസ് ട്രെയിനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചെന്നൈ എക്സ്പ്രസ് എഗ്മൂർ ട്രെയിൻ. ഈ പ്ലാറ്റ്ഫോം ആദ്യകാലത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഏതാണ്ട് പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പകുതി വരെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുനിന്നും ഗുരുവായൂർ കിഴക്കേ നടയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് റോഡ് ഉണ്ടായിരുന്നു. അത് ഈ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്തിട്ടാണ് പോണ വഴിയായിരുന്നു. പിന്നീട് പ്ലാറ്റ്ഫോം വലുതാക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. വണ്ടികളുടെ കോച്ചുകളുടെ എണ്ണം വർദ്ധിക്കും, പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്യാൻ മതിയാവും എന്നുള്ളതുകൊണ്ട് വഴി ബ്ലോക്കാക്കിയേ മതിയാവും. കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും അങ്ങനെ ബ്ലോക്കാക്കിയൊരു വഴി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടാണ് ഈ ഗുരുവായൂർ റെയിൽവേ ഈ തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഗുരുവായൂർക്ക് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഈ എക്സ്റ്റൻഷനായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു അടിപ്പാത. അത് ഗുരുവായൂർ നേരത്തെ പറഞ്ഞ ഗുരുവായൂർ റെയിൽവേ വികസനത്തിൻ്റെ മറ്റൊരു പ്രോജക്റ്റാണ്. ഒരു അടിപ്പാത നമുക്ക് വേണം. തിരുവനന്തപുരം ഈ അടിപ്പാത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അമ്പലത്തിൻ്റെ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ട് മല്ലിശ്ശേരി മന റോഡ് വരെ സഞ്ചരിക്കാവുന്ന ഒരു അടിപ്പാത നിർമ്മാണം അടിയന്തരമായിട്ട് വേണ്ടതാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം പ്രദേശത്തുകാർ ഗുരുവായൂർ ടൗണുമായി വിച്ഛേദിച്ചൊരവസ്ഥയിലേക്ക് മാറും. അത് മാറണമെങ്കിൽ അടിപ്പാത അനിവാര്യമാണ്. ഗുരുവായൂരിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, മതമേഖലകളിലെ മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുന്ന ഒരു എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗുരുവായൂർ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ PI സൈമൺ മാഷയാണ്. 10-60 വർഷക്കാലം ഗുരുവായൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ, മതമേഖലകളിൽ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലൊക്കെ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇന്നത്തെ നമസ്തേ ഗുരുവായൂരിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. PI സൈമൺ മാസ്റ്റർ 1946 ഡിസംബർ 4 ഗുരുവായൂർ തിരുവെങ്കടം പുത്തൂർ മുട്ടൂപ്പ് മാസ്റ്ററുടെയും ഏലിയാകുട്ടിയുടെയും മൂത്ത മകനായി ജനിച്ചു. തിരുവെങ്കിടം ALP സ്കൂൾ, ചാവക്കാട് ഗവൺമെന്റ് സ്കൂൾ, പാവറട്ടി സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടി. 18-ാം വയസ്സിൽ അമ്മ നിര്യാതയായി. 4 സഹോദരങ്ങളും ഒരു സഹോദരിയും അടങ്ങിയ കുടുംബത്തിന്റെ ചുമതല ബാല്യത്തിലെ ഏറ്റെടുത്തു. ആലത്തൂർ NE ബേസിക് ട്രെയിനിംഗ് സ്കൂളിൽ നിന്ന് 2 വർഷത്തെ അധ്യാപക പരിശീലനം പൂർത്തിയാക്കി തന്റെ 20-ാം വയസ്സിൽ കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ അധ്യാപകനായി സേവനമാരംഭിച്ചു. ആ വർഷം തന്നെ വിവാഹിതനായ അദ്ദേഹം കുടുംബജീവിതവും പൊതുപ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ദർപ്പണം ഉൾപ്പെടെ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹം UAE-യുടെ രാഷ്ട്രശില്പി ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ബാബ സയ്യിദ് കൾച്ചർ ഫൗണ്ടേഷൻ അവാർഡ് അടക്കം നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. മികച്ച അധ്യാപകൻ, പ്രാസംഗികൻ, സംഘാടകൻ, ആധ്യാത്മിക പ്രഭാഷകൻ എന്നീ നിലകളിൽ വ്യക്തിപ്രഭാവം നിലനിർത്തി ഇന്നും പൊതുപ്രവർത്തന രംഗത്ത് ഉത്സാഹത്തോടും പ്രതിബദ്ധതയോടും പ്രവർത്തനം തുടരുന്നു. നമസ്കാരം സൈമൺ മാഷ്. മാഷ് ഗുരുവായൂരിൻ്റെ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അതായത് ഇവിടുത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് ഇടപെടുകയും വളരെ സജീവമായിട്ട് ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മാഷിൻ്റെ ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണ് ആരംഭം, എവിടെ നിന്നൊക്കെയാണ്, എത്രാമത്തെ വയസ്സിലാണെന്നൊക്കെ ഉള്ള ഒരു വിശേഷത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. 1964 എൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി. അങ്ങനെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ കാലത്ത് നമ്മുടെ ഇന്ന് കാണുന്ന ഗുരുവായൂർ സെൻറ് ആനീസ് ചർച്ച് എന്ന് പറയുന്ന ഈ ഇടവകപ്പള്ളി അന്നക്കാലത്ത് 1968 കാലങ്ങളിലൊക്കെ അതൊരു കുരിശുപള്ളിയാണ്. പാലിയൂർ ഫൊറോന പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കുരിശുപള്ളി. അക്കാലത്ത് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ആരംഭിച്ച അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു അൽമായ പ്രസ്ഥാനമുണ്ട്, സെക്കുലർ ഫ്രാൻസിസ്കൻ ഓർഡർ, ചുരുക്കപ്പേര് SFO, പച്ച മലയാളത്തിൽ അൽമായ ഫ്രാൻസിസ്കൻ അൽമായ സഭ. അത് 1968 അതിൻ്റെ ഒരു യൂണിറ്റ് ഈ കുരിശുപള്ളിയിൽ ആരംഭിച്ചു. കപ്പുച്ചൻ വൈദികരാണ് നേതൃത്വം കൊടുത്തു വന്നിരുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു പൊതുയോഗം പോലെ യുവാക്കളുടെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ എങ്ങനെയോ യാദൃശ്യമായിട്ട് ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഒരു കക്ഷി
എൻ്റെ പേരാ വിളിച്ചു പറഞ്ഞു. പിന്നെ വേറെ പേരൊന്നും പറഞ്ഞില്ല. അന്ന് ഞാൻ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ ഗുരുവായൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായി. ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ ആരംഭത്തിലുള്ളൊരു പൊതുപ്രവർത്തന മേഖല. അന്ന് ഗുരുവായൂർ ഇടവകയ്ക്ക് സിമിത്തേരി ഇല്ല. ഗുരുവായൂർ കുരിശുപള്ളി ഇടവക പള്ളി ആയിട്ടില്ല. അപ്പോൾ അന്ന് ഇതിൻ്റെ നേതൃത്വം കൊടുത്തു പോന്നിരുന്ന റവറൻ ഫാദർ തോമസ് മൂർ കപ്പുച്ചൻ, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇതൊരു ചെറിയൊരു പള്ളിയാണ്, നിങ്ങൾക്ക് ഒരു ഇടവക പള്ളിയായി മാറണം, നിങ്ങൾക്കൊരു സിമിത്തേരി കിട്ടണം, അതുകൊണ്ട് ആ വക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന ഒരു അഭ്യർത്ഥന അദ്ദേഹം നടത്തി. അങ്ങനെ വന്നപ്പോൾ ആ വക പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങി. അതിനിടയിലാണ് ഈ ഫ്രാൻസിസ്കൻ അൽമായ സഭയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായത്. അന്ന് യാദൃശ്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഈ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ നേതൃത്വത്തിലുള്ള KM ജോർജ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ സമാരാധ്യനായ അധ്യക്ഷൻ, ചെയർമാൻ KM ജോർജായിരുന്നു. അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ അൽമായ സഭയിലെ അംഗമാണ്. ആ കേരള കോൺഗ്രസിൻ്റെ ട്രഷറർ എന്ന് പറയുന്ന ആൾ ബ്രദർ മാത്തച്ചൻ കുരുവനയിൽ കുന്നേൽ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹമായിരുന്നു ട്രഷറർ. അപ്പോൾ അവരൊക്കെ കേരള കോൺഗ്രസ്സിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ്കൻ അൽമായ സഭയിലുള്ള പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് തന്നെ എന്ന കാര്യം ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ കേരള കോൺഗ്രസ്സുകാരനായി മാറി. 1973 ഞാൻ കേരള കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്തു. അതിന് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും കേരള കോൺഗ്രസും അധികം പ്രവർത്തകരൊന്നും ആ കാലഘട്ടങ്ങളിൽ ഇല്ല, തുടക്കമായിരുന്നു ഈ ഭാഗത്തൊക്കെ. അതിൻ്റെ 1ാം സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ചാണ് നടക്കുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ തൃശ്ശൂർ ജില്ലാ ട്രഷററായിട്ടാണ് എൻ്റെ ആദ്യത്തെ രംഗപ്രവേശനം തന്നെ. അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നു വരുന്നത്. ഏത് പ്രായത്തിലായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നത്? അതൊക്കെ 21 വയസ്സിൽ. 21 വയസ്സിൽ വിവാഹിതനാണ്? വിവാഹിതനാണ്. കേച്ചേരി ജ്ഞാനപ്രകാശൻ UP സ്കൂളിലെ ഒരു അധ്യാപകനാണ് ആ സമയത്ത്. അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയൊരു ബന്ധം വന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു അൽമായ സഭയുടെ ഒരു പ്രവർത്തകനായി, ഭാരവാഹിയായി ഞങ്ങൾ ശക്തമായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയി. ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് ഈ ഗുരുവായൂർ കുരിശുപള്ളി ഇടവകയായിട്ട് മാറിയതും ഈ ഗുരുവായൂർ പള്ളിയിലേക്ക് സെമിത്തേരി ലഭിച്ചതൊക്കെ അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരുന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കാൻ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ പറയാതിരിക്കാൻ വയ്യ. ഒന്ന് VV ജോർജ്, റിട്ടയേർഡ് ADM ആണ്. മറ്റൊരാൾ MK ജോസ് മാസ്റ്റർ. ഇവർ 2 പേരും ഞങ്ങളുടെ ഞാനും 3 പേരും കൂടി ഒരുമിച്ചാണ് ഈ പരിപാടികൾക്കൊക്കെ ഹൈക്കോടതിയിൽ പോകാനും രൂപതയുടെ ഓഫീസ് കച്ചേരിയിലേക്ക് ചെല്ലാനും പേപ്പറുകളൊക്കെ തയ്യാറാക്കലൊക്കെ ഞങ്ങളുടെ 3 പേരുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അന്ന് ഞങ്ങൾക്ക് വൈദികരൊന്നുമില്ല. എന്തെങ്കിലും അഡ്വൈസ് കിട്ടാൻ ചോദിക്കാൻ പാലൂർക്ക് പോകണം. ഇതാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം. അല്പം രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനം വന്നുല്ലോ. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ്, എനിക്ക് ആ വർഷം ഏതാണെന്ന് ഓർമ്മയിൽ വരുന്നില്ല, ഇന്ന് കാണുന്ന ഗുരുവായൂർ നഗരസഭ, ആ നഗരസഭയ്ക്ക് മുമ്പുള്ള രൂപം ഗുരുവായൂർ ടൗൺഷിപ്പാണ്. എന്നാൽ ഈ ഗുരുവായൂർ ടൗൺഷിപ്പ് എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെടുന്നതിന് മുമ്പ് ഈ ഗുരുവായൂർ പ്രദേശം കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ പ്രവർത്തന പരിധിയിൽപ്പെട്ട സ്ഥലമാണ് കുറേ ഭാഗം. അതായത് കിഴക്കേ നട, ഇന്ന് നിൽക്കുന്ന നഗരസഭ കെട്ടിടം നിൽക്കുന്നതൊക്കെ കോട്ടപ്പടി പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണ്. കോട്ടപ്പടിയാണോ പൂക്കോടാണോ? കോട്ടപ്പടി. പൂക്കോടൊന്നുമില്ല, പൂക്കോടിൻ്റെ പേരല്ല അന്ന്, പിന്നീടാണ് പൂക്കോടായിട്ട് മാറിയത്. അപ്പോൾ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പ്രധാനപ്പെട്ട KTDC, അതുപോലെ തന്നെ ഈ നഗരസഭ കെട്ടിടം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കിഴക്കേ നടയുടെ വടക്ക് ഭാഗം മുഴുവൻ കോട്ടപ്പടി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. പടിഞ്ഞാറ് നടയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗവും വടക്ക് ഭാഗം മുഴുവനും കോട്ടപ്പടി പഞ്ചായത്ത്. മറ്റു ഭാഗം തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഒക്കെ ചാവക്കാട് പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ടതാണ്. അന്ന് ചാവക്കാട് മുനിസിപ്പാലിറ്റി അല്ലല്ല, ചാവക്കാട് പഞ്ചായത്ത്. അപ്പോൾ ഗുരുവായൂർ, ഇന്ന് കാണുന്ന ഗുരുവായൂർ പ്രദേശം കോട്ടപ്പടി പഞ്ചായത്തിൻ്റെയും ചാവക്കാട് പഞ്ചായത്തിൻ്റെയും പ്രവർത്തന പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം ഓരോ നാൾക്ക് നാൾ പ്രസിദ്ധി ആർജിച്ചു വരുന്ന കാലം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇത് പറയുന്നത് എനിക്ക് പറഞ്ഞു തന്നതും എന്നെ ഓർമ്മപ്പെടുത്തിയതും
ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും എൻ്റെ ഗുരുവും, എല്ലാ പൊതുരംഗത്തും എനിക്ക് ഗുരുത്വമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് CG നായർ. അദ്ദേഹം പറഞ്ഞു കേട്ടൊരു സംഭവമാണ്. അന്ന് പടിഞ്ഞാറ് നടയിൽ ജംഗ്ഷനിലെ ഒരു കരിങ്കൽ പില്ലറുണ്ട്. ഒരു 2 മീറ്റർ 2.5 മീറ്റർ ഉയരത്തിലുള്ള ഒരു കരിങ്കൽ പില്ലറും അതിൻ്റെ മുകളിൽ ഒരു ചിമ്മിനി വിളക്കും, ഒരു ചിമ്മിനി ഗ്ലാസ് വെച്ചിട്ടുള്ള ചിമ്മിനി. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. കാലത്ത് ക്ഷേത്രത്തിലുള്ള പൂജകൾ നടക്കുമ്പോൾ 3:30-ക്ക് തുറക്കും. ആ നട തുറന്നു കഴിഞ്ഞാൽ നിർമ്മാല്യം തൊഴാനായിട്ട് വരുന്ന ആളുകളുണ്ട്. തലേ ദിവസത്തെ മാലകളൊക്കെ മാറ്റുക, അതാണ് നിർമ്മാല്യം പൂജ എന്ന് പറയുന്നത്. അത് ബന്ധപ്പെടാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ഭക്തരെ പുലർച്ചെ 3:30-ക്ക് എത്താൻ വേണ്ടി പെടഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും കുന്നോളം ഭാഗത്തു നിന്നൊക്കെ ആളുകൾ നടന്ന് വരുത്തറേ. അപ്പോൾ മമ്മിയൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൻ്റെ മുൻവശത്ത് എത്തുമ്പോഴേക്കും കാണാം ഈ പടിഞ്ഞാറ് നടയിലുള്ള വിളക്ക്. ഗുരുവായൂർക്ക് എത്താറായി, പടിഞ്ഞാറ് നടയിലേക്ക് എത്താറായി, ക്ഷേത്രത്തിലേക്ക് എത്താറായി എന്നുള്ളൊരു തോന്നൽ അവർക്ക് തോന്നിപ്പിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ വിളക്ക്. കുറച്ച് കാലങ്ങളായിട്ട് ആ വിളക്ക് കത്താറില്ല. അതിൽ മണ്ണെണ്ണയില്ല. അന്ന് മണ്ണെണ്ണയ്ക്ക് വലിയ ഡിമാൻഡുള്ള കാലമാണ്. അപ്പോൾ ഈ വിവരം ഒരു പരാതി പോലെ ചാവക്കാട് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. ആ വിളക്കൊന്ന് കത്തിക്കണം, അത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തർക്ക് അത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വിളക്കാണ്. ശരി, ശ്രമിക്കാം എന്ന് പറഞ്ഞു. എന്ത് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടും കുറച്ച് മണ്ണെണ്ണയിൽ ഒഴിക്കണമെന്ന് ചുമതലയാണ് വേണ്ടത്. അത് മണ്ണെണ്ണ ഒഴിക്കുന്ന ഏർപ്പാടില്ല, വിളക്ക് കത്തിക്കലുണ്ടായില്ല. അതിൻ്റെ ഒരു ദേഷ്യം മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ഇതിനെന്താണ് ഒരു പരിഹാര മാർഗം? നമുക്ക് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറഞ്ഞ പ്രദേശം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാക്കി മാറ്റാൻ കഴിയില്ലേ എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ 57-ലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലമാണ്. അന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മന്ത്രി സഖാവ് എം.എൻ. ഗോവിന്ദൻ നായരാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ ഇവിടുത്തെ പൊതുപ്രവർത്തകനായിരിക്കുന്ന CG നായർ കടന്നു ചെന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. ഒരു വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണയ്ക്ക് പോലും വകയില്ലാത്തൊരവസ്ഥ. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു വിളക്കായിരുന്നത്. അത് കത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ആ ചാവക്കാട് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ നൽകി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറഞ്ഞ പ്രദേശം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാക്കി ഏരിയയായിട്ട് മാറ്റണം എന്നുള്ള ഒരു ഡിമാൻഡ് അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയുണ്ടോ. കേട്ടപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചെങ്കിലും ആലോചിച്ച് മറുപടി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, അദ്ദേഹത്തിൻ്റെ ആലോചനയ്ക്ക് ശേഷമാണ്, പഞ്ചായത്താണെങ്കിൽ അതിന് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ വിസ്തൃതിയുടെ ഒരു പ്രധാന ഘടകമുണ്ട്. ജനസംഖ്യ കണക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ട് വേണം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനമെടുക്കാൻ. അതിനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. ചാവക്കാട് പഞ്ചായത്തും കോട്ടപ്പടി പഞ്ചായത്തും ഒക്കെ അതിന് മിനിമം സോഴ്സസ് ഉള്ളവിടെ. ഇതിനിടയിൽ തെക്ക് ഭാഗം പാവർട്ടി ആയിരിക്കുമോ? അല്ല, ചാവക്കാട് പഞ്ചായത്തിന്റെ തെക്ക് ഭാഗം പാവർട്ടി അല്ല, മീൻസ് അമ്പലത്തിന്റെ ഒക്കെ തെക്ക് ഭാഗം പാവർട്ടി അല്ല, ചാവക്കാട് തന്നെയാണ്. പെരുമ്പള്ളി ചാവക്കാട്. അപ്പൊ ആ ഒരു ഏരിയ ഫുള്ള് ചാവക്കാടാണ്. ഏരിയ മുഴുവൻ ചാവക്കാട്. അങ്ങനെ ആലോചനകളുണ്ടാവും. ഉയർത്തിരിഞ്ഞു വന്ന ഒരു സംവിധാനമാണ് എം.എൻ. ഗോവിന്ദന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു സംവിധാനമാണ് ഗുരുവായൂർ ടൗൺഷിപ്പ്. അതിന് ചില നിയമാവലികളും ഘടകങ്ങളൊക്കെ ഉണ്ടാക്കി. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന സംവിധാനം രൂപം കൊള്ളുന്നത്. ഏതോ ഉത്തരേന്ത്യയിലൊക്കെ ഒരു ടൗൺഷിപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും അതിനെ ചൂട് പിടിച്ചിട്ട് തന്നെയാണ് ഈ ടൗൺഷിപ്പ് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരാൻ ഇട വന്നത്. അങ്ങനെ ഈ ഗുരുവായൂർ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് തീരുമാനമെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥ മേധാവികൾ, അതായത് ജില്ലാ തലത്തിലുള്ള PWD, വാട്ടർ അതോറിറ്റിയുടെയും ഒക്കെ ഇലക്ട്രിസിറ്റിയുടെയും ഒക്കെ തലപ്പത്തുള്ള ജില്ലാ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ടൗൺഷിപ്പിലെ കമ്മിറ്റി മെമ്പർമാരാണ്. ജില്ലാ കലക്ടറായിരിക്കും ആ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇത് ഗുരുവായൂർ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രദേശത്തുകൊണ്ട് ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് ഗുരുവായൂർ
ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും ഇതിൽ എക്സ് ഒഫീഷ്യോ മെമ്പറായിരിക്കും. അന്ന് ഗുരുവായൂർ ദേവസ്വം ഉണ്ടോ? ദേവസ്വം ഉണ്ട്. എന്തായാലും ആ അഡ്മിനിസ്ട്രേറ്ററും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജില്ലാ തലത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അന്നത്തെ അംഗങ്ങൾ. മാത്രമല്ല അതാത് കാലങ്ങളിലുള്ള സംസ്ഥാന ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 3 വ്യക്തികൾ ഇതിൽ വരും. അവർ പൊളിറ്റീഷ്യന്മാരായിരിക്കും, രാഷ്ട്രീയക്കാരായിരിക്കും, രാഷ്ട്രീയ പ്രതികളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് വരുമാനം കുറവാണ്. ഈ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വരുമാനം കുറവായതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സൂത്രം അന്നത്തെ ഈ ടൗൺഷിപ്പിൻ്റെ സെക്രട്ടറി ഒരു വില്ലാളി പേരനായിരിക്കണം. നിലവിലുള്ള നികുതി 100, 200, 300 വരെ ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്, ഒരു പ്ലാൻ തയ്യാറാക്കി അതങ്ങോട്ട് ഉത്തരവിറക്കുക. ഈ നാട്ടിൽ ജനങ്ങൾ പ്രകോപിതരായി. 100 ഇരട്ടി, 200 ഇരട്ടി, 300 ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വർധനവാണ് ഈ കാര്യത്തിൽ ഈ ഭാഗത്തുണ്ടായത്. അതിൽ ജനങ്ങൾ സടകുടഞ്ഞ് എണീറ്റെന്ന് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി പ്രാദേശിക തലമൊക്കെ വിട്ട് ജനങ്ങൾ അങ്ങോട്ട് സംഘടിച്ചു. അത് സംഘടിപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത് ഒരു വിറ്റ് നോട്ടീസ് തന്നെ അടിച്ചിറക്കി. ഗുരുവായൂർ AAP സ്കൂളായിരുന്നു ഒരു ജനറൽ ബോഡി. ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഈ ഗുരുവായൂർ ടൗൺഷിപ്പ് അതിർത്തിക്കകത്തുള്ള എല്ലാ ജനങ്ങളോടും പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസായിരുന്നു. ഒരു പൊതുയോഗമാണ് വിളിച്ചു ചേർത്തത്. ആ പൊതുയോഗത്തിൽ ഈ ടൗൺഷിപ്പിൻ്റെ ഈ നയത്തിനെതിരായിട്ട് ശക്തമായി പ്രതികരിച്ചു, പ്രതിഷേധം രേഖപ്പെടുത്തി. നമുക്ക് അത് തുടർന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് നമുക്ക് ഏതായാലും ഒരു പൗരസമിതി രൂപീകരിക്കണം എന്ന്. അങ്ങനെ പൗരസമിതി രൂപീകരിക്കുമ്പോൾ ആ പൗരസമിതിയുടെ പ്രസിഡൻ്റായിട്ട് CG നായരെ തന്നെ ഏകണ്ഠമായിട്ട് എല്ലാവരും പറഞ്ഞു. യാദൃശ്യമായിട്ട് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധി ആണ് അവിടെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. ഞാനൊന്നും അങ്ങനെ വലിയ പൊതുരംഗത്തേക്ക് അങ്ങനെ കടന്നു വന്നിട്ടൊന്നും ആളൊന്നുമല്ല. ഞാൻ ഒരു അധ്യാപകനായിട്ടുണ്ട് എന്നുള്ള ഒരു വിശേഷണം കൂടി അതിലുള്ളതുകൊണ്ട് എന്തോ അറിഞ്ഞുകൂടാ, ഈ പൗരസമിതിയുടെ സെക്രട്ടറി ആയിട്ട് PI സൈൻ മാഷാവട്ടെ എന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനും സെക്രട്ടറി. ആരും എതിർക്കണവരോ ആരുമില്ല. പ്രസിഡന്റ് CG നായൻ പറയുമ്പോൾ ആരും എതിർക്കണില്ല. സെക്രട്ടറി PI സൈൻ മാഷ് എന്ന് പറയുമ്പോൾ ആരും എതിർത്തില്ല. അങ്ങനെ ഒരു പൗരസമിതിക്ക് രൂപം കൊടുത്തു. ആ പൗരസമിതിയിലെ വന്നു ചേർന്ന ആളുകൾ ഗുരുവായൂരിലെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഉയർന്ന നിലവാരത്തിലുള്ള പൊതുപ്രവർത്തകരും ഒക്കെ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. PK കുട്ടപ്പ മാഷ് സ്വാതന്ത്ര്യസമര സേനാനിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് AKG സമരം ചെയ്യുമ്പോൾ അവിടുത്തെ വളണ്ടിയർ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളും ഗുരുവായൂർ AVP സ്കൂളിലെ അധ്യാപകനുമാണ് കുട്ടപ്പ മാഷ്. ആ കുട്ടപ്പ മാഷ് ഈ കമ്മിറ്റിയിലൊരു അംഗം. ഗുരുവായൂരിലെ കഥാകാരനായിരിക്കുന്ന പുതൂർ ഉണ്ണികൃഷ്ണൻ അതിലൊരു കമ്മിറ്റി അംഗം. നെമ്മിനി വാസുദേവൻ ഭട്ടതിരിപ്പാട് അതിലൊരു കമ്മിറ്റി അംഗം. ദേവസ്വത്തിലെ ഒരു ഉയർന്ന പോസ്റ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരു VS മേനോൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. നല്ല വെള്ള സുബ്ര വസ്ത്രം ധരിച്ചിട്ടുള്ള കക്ഷിയാണ്. നല്ല ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യൻ, ആരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫിഗറാണ്. അദ്ദേഹം കമ്മിറ്റിയിലുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ട്. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എക്സ്പ്രസ് പത്രത്തിൻ്റെ കറസ്പോണ്ടൻ്റായിട്ടുള്ള D വാസുദേവൻ. അങ്ങനെയൊക്കെ ഓർമ്മയിൽ വന്ന കാര്യം. അതുപോലെ CPIയുടെ സമുന്നതനായ നേതാവാണ് K കുട്ടികൃഷ്ണൻ നായർ. അദ്ദേഹം ആ കമ്മിറ്റിയിൽ അംഗമായി. അങ്ങനെയുള്ള കമ്മിറ്റി നമുക്കൊരു ആ കമ്മിറ്റി കൂടിയിരുന്നത് നഗരസഭയുടെ നികുതി വർദ്ധിപ്പിച്ച വിഷയമൊക്കെ അവസാനിച്ചു. അത് പിൻവലിച്ചു. നഗരസഭ ടൗൺഷിപ്പ് അത് പിൻവലിച്ചു. ഇനി നമുക്ക് ഓരോ വിഷയങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. എങ്ങനെ ഇരിക്കണം നേരത്താണ് ഗുരുവായൂരിൽ ഒരു ഔട്ട് ഏജൻസി ഉണ്ട്, റെയിൽവേ ഔട്ട് ഏജൻസി ഉണ്ട്. എന്താണ് റെയിൽവേ ഔട്ട് ഏജൻസി? പടിഞ്ഞാറ് നടയിൽ ഇന്ന് ജയശ്രീ തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു PR നമ്പ്യാരുടെ ബസ് സർവീസും അവിടെ ഒരു വിശ്രമ കേന്ദ്രവും അവിടെ ഒരു റെയിൽവേ ഔട്ട് ഏജൻസി. അതായത് ഗുരുവായൂർ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആ പ്രദേശം. അപ്പോഴാണ് ഈ ഗുരുവായൂർ ഔട്ട് ഏജൻസി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ജയശ്രീ തിയേറ്റർ ഒന്നും ഒന്നുമില്ല. കൃഷ്ണ തിയേറ്റർ ഉണ്ട്. അന്ന് കൃഷ്ണ തിയേറ്റർ ഉണ്ട്. അതും PR നമ്പ്യാരുടെ വക തന്നെയാണ് കൃഷ്ണ തിയേറ്റർ. ആ ഗുരുവായൂർ ഔട്ട് ഏജൻസിയിൽ മദ്രാസിലേക്ക്, ഇന്ന് ചെന്നൈ എന്ന് പറയുന്നത് അന്ന് മദ്രാസ് എന്നാണ് പറയുക, മദ്രാസിലേക്ക് 4 ബെർത്ത് റിസർവേഷൻ കോട്ട ഈ ഔട്ട് ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന്.
മറ്റേ ബോംബെക്കില്ല. മദ്രാസിൽ നിന്നാണ് ഈ കൂടുതൽ ഭക്തജനങ്ങൾ ഗുരുവായൂർക്ക് വരാനായിട്ടുള്ള കണക്ഷൻസ് ധാരാളമുള്ളത്. അതുകൊണ്ട് മദ്രാസിലേക്കാണ് ഈ റിസർവേഷൻ കോട്ട കിട്ടേണ്ടത് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒന്നുണ്ടാവുക. അത് 4. അതൊന്നും നമുക്ക് വർദ്ധിപ്പിക്കേണ്ട കാര്യം പറഞ്ഞാലെന്താ, എല്ലാവരും കൈയടിച്ചു. നമുക്ക് ഈ ഒരു നിവേദനമായിട്ട് നമുക്ക് പോകണം. അങ്ങനെ എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിച്ചപ്പോഴത് ഒഴവക്കോട് ഡിവിഷനിൽ പെട്ടതായിരുന്നു തൃശ്ശൂരും ഗുരുവായൂരൊക്കെ വരുന്ന ഭാഗം. അത് തിരുവനന്തപുരം ഡിവിഷനായിട്ട് മാറിയ ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിനി പോകേണ്ടത് ഒലവക്കോട്ടേക്കല്ല പോകേണ്ടത്, തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടതെന്ന് കാര്യം മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങൾ 3 ആൾ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റൊരു പത്രപ്രവർത്തകനായിരിക്കുന്ന PTA പ്രസിഡൻ്റായിട്ടുള്ള PMN മേനോൻ, ഞങ്ങൾ 4 പേരും. ആ 3 പേരും, 4-ൽ ഞാൻ ഒഴിച്ച ബാക്കി 3 പേരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവരെ ഞാൻ ഓർക്കാണ്, അവിടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ട്രെയിനിൽ തിരുവനന്തപുരത്തെത്തി റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് ചെന്നു. വന്ന ഞങ്ങളെ കണ്ടപ്പോൾ വളരെ സ്വാഗതം ചെയ്തു. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം എന്ന് വളരെ രസകരമായ രീതിയിൽ സംസാരിക്കുന്ന ആളാണ് ഡിവിഷൻ ഓഫീസർ. അപ്പോൾ പറഞ്ഞ് ഇങ്ങനൊരു ഔട്ട് ഏജൻസിയിൽ ബെർത്ത് ഒന്ന് വർദ്ധിപ്പിക്കേണ്ട കാര്യം ഡിമാൻഡ് പറയാൻ വേണ്ടി വന്നതാണ്. ഗുരുവായൂർ ഭക്തജനങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു യാത്രാ സൗകര്യത്തിനും ബെർത്ത് വർദ്ധിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. നന്നായി. ഞങ്ങളാണെങ്കിൽ ആ ഔട്ട് ഏജൻസി സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നിലവിലുള്ള 4 ബെർത്ത് വേക്കൻസി പോലും, അത് ബെർത്ത് പോലും ചിലവഴിക്കുന്നില്ല. ചിലവഴിക്കാതിരിക്കാനുള്ള കാരണം ജനങ്ങൾ വരാഞ്ഞിട്ടല്ല എന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പിന്നിൽ ചില ദുരന്ത കഥകളുണ്ട്. അവിടെ കൂടിയ സംഖ്യയ്ക്ക് വിൽക്കാനായിട്ടുള്ള സംവിധാനം ആ കാലങ്ങളിലൊക്കെ റെയിൽവേയിൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ബെർത്ത് ഒന്ന് ചോദിച്ചാൽ ഇല്ല കഴിഞ്ഞു എന്ന് പറയുന്ന പ്രതികരണമാണ് അവിടെ നിന്ന് കിട്ടാറ്. എന്നിട്ട് അതിൻ്റെ തലേ ദിവസം വരെ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ദിവസം ആർക്കെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും. പക്ഷേ യാദൃശ്യമായിട്ട് ആരും വരാറുമില്ല. അങ്ങനെ പലപ്പോഴും പല ദിവസങ്ങളിലും ഈ 4 ബെർത്തും വേക്കൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കൂടുതൽ പൈസക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവസാന നേരത്ത് കൊടുക്കാൻ ആരും കിട്ടാണ്ടാകുമ്പോൾ അത് വേസ്റ്റ് ആവും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങളിത് നിർത്താനായിട്ടുള്ള ആഗ്രഹം തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ വന്ന കൂട്ടത്തിൽ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കാര്യം മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കുക. കാരണം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ അജണ്ടയിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാലും ഞങ്ങൾ ഈ നാണം കെട്ട ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് സ്തുതി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകും. ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡൊക്കെ പിൻവലിച്ചിരിക്കുന്നു എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകും. അങ്ങനെ വന്ന് പിറ്റേ ആഴ്ചയിലാണ് പിന്നത്തെ നഗരസഭയുടെ യോഗം, എക്സിക്യൂട്ടീവ് ചേരും. അതായത് ഈ പൗരസമിതിയുടെ യോഗം. ആ പൗരസമിതി യോഗത്തിൽ CG നായർ പറഞ്ഞുണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ ഔട്ട് ഏജൻസി ബെർത്ത് കോട്ടയൊന്നും നോക്കണ്ട, നമുക്ക് ഗുരുവായൂരിലേക്ക് ഒരു റെയിൽവേ തന്നെ വന്നാലെന്താ, ഗുരുവായൂർ റെയിൽവേ അതിനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എന്താ സാധിക്കില്ലേ? അപ്പോൾ എല്ലാവരും ഹടാന്ന് ചിരിച്ചു. എന്താ ചിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ CG നായർ എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യ സമര സേനാനി നല്ല കാലത്ത് മുഴുവൻ ഇതുപോലെയുള്ള ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ പറയുന്ന ആളാണ്. ചേറ്റുവ തുറമുഖമാക്കണം എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ പല നടക്കാത്ത കാര്യങ്ങൾ പറയുന്ന ചില കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു മുൻവിധിയിലാണ് എല്ലാവരും ചിരിച്ചത്. ശക്തമായ ഭാഷയിൽ പ്രസിഡന്റ് പറയാണ്, സെക്രട്ടറി എഴുത് പ്രമേയം, കമൻറ്റ് ചെയ്യാവുന്ന ഒരു പ്രായ വ്യത്യാസം ഞാനും പ്രസിഡന്റ് തമ്മിലുണ്ടല്ലോ, അതുകൊണ്ട് എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി. എല്ലാവരും അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എല്ലാവരും കൈയടിച്ചു, അത് അംഗീകരിച്ചു. പിന്നെ ഗുരുവായൂർ വരുന്ന, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികൾ, മന്ത്രിമാർ, റെയിൽവേ ഡിവിഷനിൽപ്പെട്ട ആളുകൾ, ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ നിവേദനം കൊടുക്കുക, പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വാർത്ത, ഈ ഗുരുവായൂർ പൗരസമിതി ഗുരുവായൂർക്കാർക്ക് റെയിൽവേയുടെ കാര്യം പാസ്സാക്കിയ വാർത്ത പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഫ്രണ്ട് പേജിലാണ് ആ വാർത്ത വന്നത്. ഗുരുവായൂർക്കാർക്ക് റെയിൽവേ വേണമെന്ന്.
ഒരു പരിഹാസം ആ തലക്കെട്ടിലുണ്ട്. അനർഹമായ ഒരു കാര്യമാണ് ഗുരുവായൂർക്കാർ ചോദിച്ചത് പറയുന്നത് എന്നുള്ള ഒരു ചിന്ത അതിൽ വരും. ഒരു ധ്വനി, ഗുരുവായൂർ ധ്വനിയുണ്ട്. ഗുരുവായൂർക്കാർക്ക് റെയിൽവേ വേണമെന്ന് എന്നാണ് ഹെഡിങ്. പിന്നെ പൗരസമിതിയുടെ കാര്യവും പോയ കാര്യമൊക്കെ പറഞ്ഞ വിശേഷം പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ട്. അപ്പോൾ ഒരു കളിയാക്കൽ കൂടി അതിലുണ്ട് ആ മാധ്യമത്തിൻ്റെ നേതൃത്വം. എന്തായാലും പിന്നെ അവിടെ അങ്ങോട്ട് വാശിയായി. ഇവിടെ വരുന്ന ആളുകളോടൊക്കെ നിവേദനം നടത്തലും പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കണം. കാലത്താണ് 1970, ഇതൊക്കെ ഒരു അടിയന്തരാവസ്ഥ കാലമാണ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് ഈ പൗരസമിതിയുടെ പ്രവർത്തനവും കാര്യമൊക്കെ നടക്കുന്നത്. അതിനിടയ്ക്ക് 1977 ലോകസഭാ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഗുരുവായൂർ കിഴക്കേ നടയിൽ പ്രസംഗിക്കുന്നുണ്ട്, പൊതുയോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പൊതുയോഗത്തിൽ സംസാരിക്കാൻ വരുന്നുണ്ട്. അവർ വന്നപ്പോൾ അവരങ്ങാനും കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ പ്രധാന ഇഷ്യൂസൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യവും ചോദിക്കും. അത് വലിയ നേതാക്കന്മാർ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവിടുത്തെ പ്രധാന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആവശ്യങ്ങൾ എന്താണ്, ഡിമാൻഡുകൾ എന്താണ് എന്ന കാര്യം പ്രവർത്തകരോട് ചോദിക്കുക എന്നുള്ള കാര്യം അവർ പ്രാഥമിക മര്യാദ. അതിനനുസരിച്ചാണ് അവരുടെ പ്രസംഗങ്ങളൊക്കെ നടക്കുക. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞു ഗുരുവായൂർക്കാർക്ക് കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഗുരുവായൂർ റെയിൽവേ. ഞങ്ങൾ അധികാരത്തിൽ തുടർന്നാൽ ഗുരുവായൂർക്ക് റെയിൽവേ അംഗീകരിച്ചു തന്ന കാര്യവും ഞങ്ങൾ ഏറ്റുപോയി. ഒരു ഇലക്ഷൻ വാഗ്ദാനം പോലെ അവർ ഇലക്ഷനിൽ പ്രഖ്യാപിച്ചു. ജനം മുഴുവൻ കൈയടിച്ചു. അപ്പോൾ ഗുരുവായൂർക്ക് റെയിൽവേ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടുമെന്നും കോൺഗ്രസ്സിന് ഈ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ കൊടുക്കുമെന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ കയ്യടിയൊക്കെ. എന്തിനു പറയണു, ആ ഇലക്ഷനിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ അപ്രസക്തമായി. ഒരു സംസ്ഥാനത്ത് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല. അതേസമയം കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെൻറ് വരികയും ചെയ്തു. അതാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് കേരളത്തിൽ വന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ രംഗത്ത് വരികയും ചെയ്തു. കേന്ദ്രത്തിലെ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അതിനിടയിൽ ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം, ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ കേരള കോൺഗ്രസ് KM ജോർജ്, KM മാണി, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ള നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകളാണല്ലോ. വേർപിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ വേർപിരിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജോർജ് ഗ്രൂപ്പിൻ്റെ ആളായിട്ട് മാറി. കുറേ ആൾക്കാർ മാണിയുടെ ഭാഗത്തിലായി. അങ്ങനെ R ബാലകൃഷ്ണപിള്ള ജോർജിൻ്റെ ഗ്രൂപ്പിൽ പെട്ട ആളായിരുന്നു. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് KM ജോർജ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കേരള കോൺഗ്രസിലെ ആദ്യത്തെ പിളർപ്പ് അല്ലേ? ആദ്യത്തെ പിളർപ്പാണത്. ആ ആദ്യത്തെ പിളർപ്പ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിളർപ്പിൻ്റെ വേലിയേറ്റായിരുന്നു. പിന്നെ ഈ എത്ര കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല, അത്ര അധികം ഉണ്ട്. ആദ്യത്തെ പിളർപ്പ് അതായിരുന്നു. ആ ആദ്യത്തെ പിളർപ്പിൽപ്പെട്ട ഞാൻ ഈ KM ജോർജിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ജില്ലാ ഭാരവാഹിയാണ്. പിന്നീട് ഉണ്ടായത് അത് ദുർബലമാവുകയാണ്. കരുണാകരൻ ബാണിയെ മാത്രം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും KM ജോർജിനെ ഉൾക്കൊള്ളാതിരിക്കുന്ന സാഹചര്യം വരികയും ചെയ്തപ്പോൾ ഞങ്ങളുടെ കേരള കോൺഗ്രസ് അപ്രസക്തമായി തുടങ്ങി. ആളുകളൊക്കെ മാണിയിലേക്ക് ചേക്കേറാൻ തുടങ്ങി. ഞങ്ങളുടെ പാർട്ടി, KM ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ദുർബലമാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 77 ഗവൺമെൻറ്, ജനതാ ഗവൺമെൻറ് എരബി വന്ന കാലം. ഞാൻ തന്നെയാണ് അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗം കൂടിയാണ്. ആ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു പ്രമേയം എഴുന്നേറ്റ് നിന്ന് അവതരിപ്പിച്ചു. നമ്മൾ ഈ പ്രസ്ഥാനം ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രസ്ഥാനം ജനതാ പാർട്ടിയിലേക്ക് ലയിപ്പിക്കണം എന്ന് വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചാൾക്കാർ കൈയടിച്ചു, കുറേ ആൾക്കാർ ചിരിച്ചു. അത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരോട് അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കേരള കോൺഗ്രസ് KM ജോർജിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ ഗ്രൂപ്പ് ജനതാ പാർട്ടിയിലേക്ക് ലയിച്ചു. അങ്ങനെ ഞാൻ ജനതാ പാർട്ടിയിലെ പ്രവർത്തകനായി, മാത്രമല്ല ജനതാ കർഷക സംഘത്തിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ എൻ്റെ പ്രവർത്തനവും മേഖലയൊക്കെ ജനതാ പാർട്ടിയായിട്ടുള്ള മുന്നോട്ട് പോകുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ പ്രൊഫസർ മധു ദന്തവാദയാണ്. അപ്പോൾ എൻ്റെ പാർട്ടിക്കാരനാണല്ലോ.
അപ്പോൾ ഞങ്ങളുടെ പൗരസമിതിയിൽ ചർച്ചയിൽ വന്നു, നമുക്ക് മുഖ്യമന്ത്രി ഒന്നും പ്രധാനമന്ത്രിക്ക് വാഗ്ദാനം നടത്തി പോയിട്ടുണ്ടല്ലോ, എന്തായിരിക്കും എൻ്റെ ഫയലേ എന്നൊന്നും അറിയണ്ട നമുക്ക് എന്നറിയാൻ വേണ്ടി ഞാനും CG നായരും കൂടി പൗരസമിതിയുടെ ബാനറിലാണെങ്കിൽ പോലും കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഡൽഹിക്ക് പോയത്. അങ്ങനെ ഡൽഹി പോയി പ്രൊഫസർ മധു ദന്തവതെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ച് തന്നത് ഗുരുവായൂർ നിവാസിയായിട്ടുള്ള മുൻ മന്ത്രി VK കൃഷ്ണമേനോൻ്റെ പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മാടക്കാവിൽ ബാലകൃഷ്ണൻ നായരായിരുന്നു. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് മധു ദന്തവതെ കാണാൻ വേണ്ടി ഉള്ള അപ്പോയിൻമെൻറ്റൊക്കെ വാങ്ങിത്തന്നത്. അങ്ങനെ മധു ദന്തവതെ കാണാൻ പോയി. മധു ദന്തവയുടെ പ്രൈവറ്റ് സെക്രട്ടറി മലയാളിയാണ്, പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു പട്ടരാണ്, അന്നെൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ നിവേദനം കാര്യങ്ങളൊക്കെ സെക്രട്ടറിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വല്ല വട്ടുകാച്ചിലുണ്ടോ? ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർക്ക്, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് റെയിൽവേ നടക്കാത്ത കാര്യമാണ് അതൊക്കെ. അതിനെ സംബന്ധിച്ച് മുൻ പ്രധാനമന്ത്രിയുടെ കാലത്ത് തന്നെ ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. NDIS എന്നൊരു വാക്കുണ്ട്, പ്രയോഗമുണ്ട് ഈ ഫയലിനെ സംബന്ധിച്ച്. NDIS എന്ന് പറഞ്ഞാൽ ഒരു റീഓപ്പൺ ചെയ്യാൻ പാടില്ലാത്ത ഫയലാണത്. എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ ആരംഭിക്കണമെങ്കിൽ ട്രാഫിക് സർവേ, അതുപോലെ തന്നെ എക്കണോമിക് സർവേ, അങ്ങനെ പല സർവേകളൊക്കെ നടത്തിയിട്ട് അതെല്ലാം നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് ഗുരുവായൂർക്ക് റെയിൽവേ പ്രായോഗികമല്ല എന്ന നിലയിൽ തീരുമാനം എടുത്ത് അത് NDIS ഫയലായിട്ട്, NDIS ഫയൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും റീഓപ്പൺ ചെയ്യാൻ പാടില്ലാത്ത ഫയലായിട്ടാണ്. അങ്ങനെയാണ് അതിൻ്റെ ഫയലിൻ്റെ ആ കോഡ് വാക്ക്. അതാണ് ഈ ഫയൽ. ഞങ്ങൾ ഇവിടെ ഉണ്ട് ആ ഫയൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കൊങ്കൺ റെയിൽവേ, തീരദേശ റെയിൽവേ ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. തീരദേശ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ചു, വന്ന് മംഗലാപുരത്ത് ഇങ്ങനെ പോന്ന് തീരദേശ റെയിൽവേയായിട്ട് കണക്ഷൻ കൊടുത്തു. ഇനി കായംകുളത്ത് നിന്ന് കന്യാകുമാരിയിലേക്കും തിരുവനന്തപുരം കന്യാകുമാരിയിലേക്കും റെയിൽവേ എക്സ്റ്റൻഷൻ അന്നുണ്ടായിരുന്നില്ല, ആലപ്പുഴ വരെ ഉണ്ടായിരുന്നുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ടും കണക്ഷൻ കൊടുത്തു. അത് കൊങ്കൺ റെയിൽവേയുടെ പർപ്പസിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറ്റിപ്പുറത്ത് നിന്ന് ആലുവ വരെ ഒരു കണക്ഷൻ ലിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അത് ഗുരുവായൂരിൽ കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് നിറവേറുകയും ചെയ്തു, തീരദേശ റെയിൽവേയുടെ പർപ്പസും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. നിങ്ങൾ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ മന്ത്രി അത് യെസ് പറയും. ഇത് സെക്രട്ടറി PA ആണ് പറഞ്ഞത്. പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആർഗ്യുമെൻറ്റ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. നിലവിലുള്ള ഡിമാൻഡും തൃശ്ശൂർ ഗുരുവായൂർ റെയിൽവേ അപ്രസക്തമാണെന്ന് കണ്ടതിൻ്റെ അടുത്ത ഫയൽ ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന സാഹചര്യത്തിൽ ഈ കൊങ്കൺ റെയിൽവേയുടെ കാര്യം മുന്നോട്ട് പോയാൽ ഗുരുവായൂരിൻ്റെ പർപ്പസ് നടക്കും, തീരദേശ റെയിൽവേയുടെ പർപ്പസ് നടക്കും എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് കേട്ടപ്പോൾ ഞങ്ങളും അത് വെച്ചു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ തന്നെ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കി പിറ്റേ ദിവസം കാലത്ത് മിനിസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി പ്രസിഡന്റും സെക്രട്ടറി സീലും കയ്യിൽ വെച്ചിട്ടുണ്ട്, ഒപ്പിട്ടത് കൊടുത്തു. നമ്മുടെ നാട്ടിൽ വന്നാൽ പിന്നെ നമ്മുടെ കമ്മിറ്റിക്കാരിൽ നിന്നൊക്കെ അംഗീകരിച്ചായിരിക്കും, അതിനൊക്കെ അധികാരപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ വിട്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു. അങ്ങനെ മിനിസ്റ്ററെ കണ്ടപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു, കാര്യം നടത്താം എന്ന വിരോധമൊന്നുമില്ല, പക്ഷേ അതിന് എന്ത് വേണമെന്ന് ജനങ്ങളുടെ ഒരു പിന്തുണ വേണം. അതുകൊണ്ട് നിങ്ങൾ ഒരു കൺവെൻഷൻ പൊന്നാനിയിൽ നടത്തണം, ഗുരുവായൂർ നടത്തണം, കൊടുങ്ങല്ലൂർ നടത്തണം. എന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കണം. അവിടുത്തെ ലോകസഭാ മെമ്പർമാരെ മുഴുവൻ അതിൽ ബന്ധിപ്പിക്കണം. ബനാത്തുവാലി ആയിരുന്നു അന്ന് പൊന്നാനിയിലെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്ന, അത് ഉദ്ഘാടനം ചെയ്ത് ബനാത്തുവാല, ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നേതൃത്വം കൊടുത്ത് അങ്ങനെ കൺവെൻഷൻ നടത്തി പരിപാടി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനത്തെ ഫൈനൽ സമാപന സമ്മേളന കൺവെൻഷൻ ഗുരുവായൂർ സത്തർ ഹാളിലാണ്. ആ സത്തർ ഹാളിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരനാണ്. ഈ കരുണാകരനും CG നായരും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ആദ്യകാല കോൺഗ്രസ്സുകാരനും പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് നല്ല ആത്മബന്ധമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ഗുരുവായൂർ ഭക്തനായതുകൊണ്ട് ഗുരുവായൂർക്ക് കൂടെ വരികയും CG നായരായിട്ട് സ്ഥിരമായി ബന്ധപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, സത്തർ ഹാളിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടക്കുന്നത്. അങ്ങനെ CG നായർ സ്വാഗതം പറയാനാണ് CG നായർ ചെയ്തത്. ആ സ്വാഗതത്തിൽ തന്നെയാണ് ഈ ഗുരുവായൂരിൻ്റെ കാര്യങ്ങളും ഈ മന്ത്രിയെ കണ്ട കാര്യവും വിശേഷങ്ങളൊക്കെ വിശദീകരിച്ചു. അതുകൊണ്ട് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കേരള മുഖ്യമന്ത്രിയുടെ അനുഗ്രഹ ആശംസകൾ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കും, കരുണാകരനെ ക്ഷണിക്കും. കരുണാകരൻ മൈക്കയുടെ മുമ്പിൽ കയറി നിന്നിട്ട്, ഞാൻ അധികമൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ ദൗത്യമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല.
ഞാൻ സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം, ഞാൻ മുഖ്യമന്ത്രി ആയാലും ശരി, മുഖ്യമന്ത്രി അല്ലെങ്കിലും ശരി, ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രി, നാളെ ഞാൻ മുഖ്യമന്ത്രി ആയിക്കോളം നിർബന്ധമല്ല. എങ്കിൽ പോലും കേരളത്തിലുള്ള നേതാക്കന്മാരും മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ നല്ല ബന്ധവും എനിക്കുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഗുരുവായൂർ ഭക്തനാണ്, ഗുരുവായൂർ സ്ഥിരമായി വരുന്ന ഒരാളാണ്. ഗുരുവായൂർക്ക് റെയിൽവേ വേണമെന്നുള്ള കാര്യം നിർബന്ധമാണ്. അത് അധികം ബാധ്യത വരാത്തൊരു ചിലവാണ് തൃശ്ശൂർ ടു ഗുരുവായൂർ. അതുകൊണ്ട് ഗുരുവായൂർ തൃശ്ശൂർ റെയിൽവേ ലിങ്ക് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു, 100% ഞാൻ ഏറ്റു. അങ്ങനെ ആ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ തീരദേശ കണക്ഷൻസ് വിഡ്രോ ചെയ്യണം, പിൻവലിക്കണം എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആ ആർഗ്യുമെൻ്റ് കേട്ടതോടുകൂടി കരുണാകരൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തീരദേശ റെയിൽവേ കർമ്മസമിതി അങ്ങോട്ട് പിരിച്ചുവിട്ടു. ആ വേദിയിൽ വെച്ചിട്ട് പിരിച്ചുവിട്ടു. അപ്പോൾ അന്ന് മാതൃഭൂമിയുടെ മറ്റൊരു കറസ്പോണ്ടൻ്റായിരുന്നു ജനാർദ്ദൻ ഈ ആക്ഷൻ കൗൺസിലൊക്കെ പ്രവർത്തകനായിരുന്നു. ഞാൻ പറഞ്ഞു അധികം നിര്യാതനായി. അങ്ങനെയാണ് ഗുരുവായൂർ റെയിൽവേ ലൈനിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ കരുണാകരൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് ആരംഭിച്ചു. ഞങ്ങളുടെ കർമ്മസമിതിയൊക്കെ അതിന് പിന്നിൽ വേണമെന്ന് നിർബന്ധമില്ലാത്തൊരവസ്ഥയായി. ഞങ്ങളുടെ ആവശ്യമില്ല ഇനി. ചുരുക്കം കരുണാകരൻ്റെ ഒരു ഇച്ഛാശക്തി ആയി, വ്യക്തിപരമായ ഒരു വിഷയമായിട്ട് മാറി എന്നുള്ളതാണ്. അങ്ങനെ 1000 കൊല്ലം ഞാൻ ഓർക്കണില്ല. അത് ഉദ്ഘാടനം അന്ന് നരസിംഹറാവു വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. ഇതാണ് ഗുരുവായൂർ റെയിൽവേ. ആ ഗുരുവായൂർ റെയിൽവേ ഉദ്ഘാടനം ചെയ്യുമ്പോൾ CG നായർ മരിച്ചുപോയി. എനിക്ക് ആ പന്തലേക്ക് ചെല്ലാനായിട്ടുള്ള ക്ഷണക്കത്തൊന്നും എനിക്കില്ല. വിശിഷ്ടാതിഥികൾക്കാണ് അവിടേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ഞാൻ വിശിഷ്ടാതിഥി അല്ലാത്തതുകൊണ്ടും എനിക്കിത് കാണുന്ന ആഗ്രഹമുള്ളത് കൊണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ പറമ്പിൽ കയറി നിന്നിട്ട് ഈ പച്ചക്കൊടി ഉയർത്തുന്നതൊക്കെ ഞാൻ കാണാനായിട്ട് കണ്ടതൊക്കെ ഞാൻ ഓർക്കണം. കാരണം ഈ വിഷയത്തിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി അതുപോലെ തന്നെ പണം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജീവിതത്തിൽ വലിയൊരു നിമിഷമായിരുന്നു അത് എന്ന കാര്യം മറക്കാൻ കഴിയില്ല. ഇപ്പോൾ ഗുരുവായൂർ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം നെമ്മിനി ബിൽഡിങ്ങിൽ നടന്ന പൗരസമിതിയുടെ യോഗം ഞാൻ ഇന്നും ഓർക്കുകയാണ്, അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഈ റെയിൽവേയുടെ ഉദ്ഘാടന ആ ഒരു സമയത്ത് CG നായർ ഉണ്ടോ? ഇല്ല, CG നായർ മരിച്ചുപോയി, അടുത്ത അവസരത്തിൽ മരിച്ചുപോയി. പക്ഷേ അന്നത്തെ റെയിൽവേ ഉദ്ഘാടനത്തിനോടനുബന്ധമായിട്ടുള്ള പത്രവാർത്തകളിലൊക്കെ ഈ പൗരസമിതിയെയും CG നായരെയും ഒക്കെ അതിൽ അനുസ്മരിച്ചിട്ടുണ്ട്. അവരായിരുന്നു ഇതിൻ്റെ തുടക്കം കുറിച്ചതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പരാമർശിച്ചിട്ടുള്ള കഥകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരുണാകരനും ആ ഉദ്ഘാടന യോഗത്തിൽ അതൊക്കെ പറഞ്ഞ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അപ്രസക്തമായില്ല. ഞങ്ങളുടെ തുടക്കം കുറിച്ചത് നടക്കാത്ത കാര്യം പറയുന്ന ആളാണല്ലോ CG നായർ. പക്ഷേ അത് നടന്നു എന്നുള്ളതാണ്. നടക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഗുരുവായൂർ റെയിൽവേ. ശരിക്കും ഈ ഗുരുവായൂരിൻ്റെ ശില്പികളെ പറ്റി പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു CG നായർക്ക് അതിനകത്ത് ഒരു വലിയൊരു റോളുണ്ടല്ലേ. ഈ ഗുരുവായൂർ ആയുർവേദ ആസ്പത്രിയുടെ തുടക്കക്കാരൻ, അതിൻ്റെ നിവേദനം നടത്തി കൈകാര്യം ചെയ്തു. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് ഒക്കെ പുള്ളിയുടെ ഒരു ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് ആ പരിപാടിയൊക്കെ നടന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഗുരുവായൂർ ആയുർവേദ ആസ്പത്രി, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്. ഈ നമ്മുടെ ശ്രീകൃഷ്ണ കോളേജ് വരാനും അതും ഒരു നമ്പർ ചരിത്രമുണ്ട്. അതിൽ രസകരമായൊരവസ്ഥയുണ്ടായിരുന്നു. അതും CG നായരിൽ നിന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. നിങ്ങൾ രണ്ടാളും ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ CG നായരും ഞാനും എക്സ്പ്രസ് വാസുദേവൻ്റെ എക്സ്പ്രസ് ഓഫീസിലാണ് ഞങ്ങളുടെ വിശ്രമം. അവിടെ ലോക ചരിത്രങ്ങൾ മുഴുവൻ അവിടെ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു വിഷയമായിരുന്നു ഇതും 57 ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയെ കണ്ട് ഒരു നിവേദനം നടത്തണം, ഗുരുവായൂരിലേക്കൊരു കോളേജ് അനുവദിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പറയണം. എന്തുകൊണ്ടാണ് ഗുരുവായൂർക്ക് റെയിൽവേ ഒരു കോളേജ് വേണമെന്ന് പറയാനുള്ള കാരണം? ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് അന്നുണ്ട്. 55 52 55 മുൻപുണ്ടെന്ന് തോന്നുന്നു. അതെ, ആ കോളേജ് വന്നതിൻ്റെ തുടർന്ന് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ പ്രദേശത്തുള്ള മഹാഭൂരിപക്ഷം പെൺകുട്ടികളും SSLC കഴിഞ്ഞാൽ ഈ LF കോളേജിൽ പോയി ഡിഗ്രി എടുത്ത് ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള വ്യക്തികളായിട്ട് മാറി ഇവിടുത്തെ പെൺമക്കൾ മുഴുവൻ. എന്നാൽ അതേസമയം ആൺമക്കൾ SSLC കഴിഞ്ഞ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടേജ് പഠിച്ചു, മദ്രാസിലേക്ക് പോയി, ബോംബെക്ക് പോയി, ഡൽഹിക്ക് പോയി തൊഴിൽ നേടാൻ പോകും.
ഇതാണ് അവരുടെ വിദ്യാഭ്യാസം. ഇത് ഇവിടെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ സാംസ്കാരിക അസന്തുലിതാവസ്ഥ, ഒരു ബാലൻസിൻ്റെ ഒരു വലിയ തകരാറ് വന്നിട്ടുണ്ട്. ഒരു അസന്തുലിതാവസ്ഥ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടൊരു കോളേജ് അനിവാര്യമാണ്, ആൺകുട്ടികൾക്ക് പഠിക്കാനൊരു കോളേജ് അനിവാര്യമാണ് എന്ന കാര്യം ബന്ധപ്പെട്ട മന്ത്രിയെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. അന്ന് പൗരസമിതിയൊന്നുമില്ല. ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ വേണ്ടി CG നായർ കടന്നു നിന്നു. അങ്ങനെ CG നായർ ഈ വിഷയം അവതരിപ്പിച്ചു. CG നായർ വിഷയം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശേഷി, ഈ ഒരു പുതിയ കോളേജ് തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നല്ലോ, ദേവസ്വത്തിനോടൊരു അപേക്ഷ തരാൻ പറയും. അവർക്ക് സ്ഥലങ്ങളൊക്കെ ഉള്ളതല്ലേ, അവരോട് അപേക്ഷ തരാൻ പറഞ്ഞാൽ അത് പാസ്സാക്കി തരാം, അതിനുവേണ്ടി അതേ ശ്രമം നടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ കോളേജിന് കിട്ടാൻ വേണ്ടി ദേവസ്വത്തിനെ ഒരു പ്രഷർ നടത്തി. അവർക്ക് ഇപ്പോൾ കോളേജ് തുടങ്ങാനൊന്നും അവർക്ക് വലിയ താല്പര്യമുള്ള വിഷയമൊന്നുമല്ല, ഒരു ക്ഷേത്ര വിഷയമൊന്നും അല്ലത്, ക്ഷേത്രത്തിൻ്റെ വികസന പദ്ധതികളും അല്ല. പക്ഷേ ഇത് പുറകെയുള്ള ഒരു വികസന പദ്ധതി എന്നുള്ളത് കൊണ്ട് പറഞ്ഞപ്പോൾ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായി. അങ്ങനെ CG നായരുടെ ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടാണ് അവരെ കൊണ്ട് ഈ ശ്രീകൃഷ്ണൻ കോളേജിന് അപേക്ഷ കൊടുക്കാനായിട്ട് ഇടവന്നു. അത് പാസ്സായി കിട്ടി. തുടക്കം ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ നിന്ന് കാണുന്ന ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു മാവിൻ തോപ്പായിരുന്നു, ഒട്ടുമാവിൻ്റെ വലിയൊരു തോപ്പായിരുന്നു. ഗ്രൗണ്ടൊക്കെ നിൽക്കുന്ന ഭാഗം, ഗ്രൗണ്ടില്ല, ഗ്രൗണ്ടില്ല. ആ ഗ്രൗണ്ട് നിൽക്കുന്ന ഭാഗവും അതിൻ്റെ തെക്ക് ഭാഗവും വടക്ക് ഭാഗവും ഒക്കെ ഒരു വലിയ ഷെഡ് പണിത് ശ്രീകൃഷ്ണ കോളേജ് അവിടെ ആരംഭിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് രാധാകൃഷ്ണ റാവു അല്ലേ, ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം വന്നിട്ടാണ് അത് തറക്കല്ലിട്ടതെന്ന കാര്യം ഞാൻ ഓർക്കുന്നു. എന്നിട്ടും അതിനെ പറ്റിയിട്ട് ഒരു വിമർശനങ്ങൾ പത്രത്തിൽ വരുന്നു. കാരണം അതിൽ തറക്കല്ല് ഇട്ടത് ഇന്ന് പണിതിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ശ്രീകൃഷ്ണ കോളേജിൻ്റെ തുടക്കം CG നായരുടെ ഈ മുണ്ടശ്ശേരി മാഷെ കണ്ടതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ് എന്ന കാര്യം ഇന്നും ഏറെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്നു. പക്ഷെ നമ്മളിങ്ങനെ മാഷിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഈ യാദൃശ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഡൽഹിയിൽ പോയില്ലോ. ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾ മധുനദ മാത്രമായിട്ട് ചുരുക്കിയില്ല. അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി പുരുഷോത്തമ കൗശിക് എന്ന് പറയുന്ന ടൂറിസം വകുപ്പ് മന്ത്രിയെയും കാണാൻ പറ്റും. അങ്ങനെ ഞാനും CG നായരും കൂട്ടാണ് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ഗുരുവായൂരിലെ നിവാസികൾ ഈ വലിയ ടാക്സ് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി ആ നാട്ടിൽ ജനങ്ങളെ ടാക്സ് ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുത്തെ വികസന പദ്ധതികളും പരിപാടി നടത്താൻ ഗുരുവായൂർ നിവാസികൾ അതിനെ പേ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രപ്പോസൽ വെക്കാറുണ്ട്, ഗുരുവായൂരിൻ്റെ വികസനത്തിന് മാത്രമായിട്ട്, പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പോർഷൻ, ഒരു പാക്കേജ് കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് നിങ്ങളൊന്ന് പറയുകയുണ്ടായി. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് 1/3 കേന്ദ്രവും 1/3 സ്റ്റേറ്റ് ഗവൺമെൻറ്റും 1/3 ഗുരുവായൂർ ദേവസ്വം, അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചു. നാട്ടുകാരെ പഴിയിടിക്കരുത്, നാട്ടുകാരെന്ത് പഠിച്ചു, ഭക്തர்கள் ധാരാളം വരട്ടെ. അപ്പോൾ ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ഇവിടുത്തെ മറ്റു ലോഡ്ജുകൾ, ഇവിടുത്തെ വികസന പദ്ധതി പരിപാടികൾ മഹാഭൂരിപക്ഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ചെലവുകളുടെ 1/3 കേന്ദ്രവും 1/3 സ്റ്റേറ്റ് ഗവൺമെൻറ്റും 1/3 ഗുരുവായൂർ ദേവസ്വവും ഏറ്റെടുക്കണം. ഈ ടൗൺഷിപ്പിനൊന്നും കൂട്ടിയേ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്ന് അദ്ദേഹത്തോട് പറയാനിടവന്നു. അങ്ങനെ ആ ആർഗ്യുമെൻ്റൊക്കെ അയാൾ കേട്ടു. സംസാരിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും പേര് ചോദിച്ചു. എൻ്റെ പേര് ഇങ്ങനെ PI സൈമൺ, ഞാൻ ജനതാ പാർട്ടിയുടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹിയാണ് കേട്ടോ എന്ന് കൂട്ടത്തിൽ പറയും. കാരണം അദ്ദേഹം ജനതാ ഗവൺമെൻറ് ഒരാളാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അന്യരല്ലാത്ത ഒരാളാണ് വന്നിരിക്കുന്നത്, കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് ആയിക്കോട്ടെ പറഞ്ഞു പോയതാ. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഒരു രജിസ്റ്റേർഡ് ലെറ്റർ, ആ രജിസ്റ്റേർഡ് ലെറ്ററിൽ കാണുന്ന കാഴ്ച എന്നെ നാഷണൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്ററാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ പറഞ്ഞപ്പോൾ അവരും അത്ഭുതപ്പെട്ടു. എങ്ങനെ കിട്ടി, എന്താണ് അതിൻ്റെ സോഴ്സ് ഓഫ് ട്രാക്ക് ചെയ്താൽ മനസ്സിലായില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഞങ്ങളെ ഇഷ്ടപ്പെട്ടു. കാരണം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവരൊക്കെ, ഈ കക്ഷി എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനാണ് CG നായർ എന്ന് എഴുതിയിട്ടാവും ചിലപ്പോൾ അദ്ദേഹം പേര് ആളെ കണ്ടെങ്കിലും ഞാനാണ് CG നായർ.
CG എന്ന് പറഞ്ഞാൽ PI സൈമൺ അങ്ങനെ നിലയിലാണ് മാറിയതാവാം. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണൊന്നും അറിയില്ല. എന്നാലും എൻ്റെ അഡ്രസ്സിലാണ് സാധനം വന്നു. എന്നെയാണ് PI സൈമൺ നാഷണൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറായിട്ട്. അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട മെമ്പർഷിപ്പ് സാധനങ്ങളാണ്. അങ്ങനെ ഒരു പവർഫുള്ളായിട്ടുള്ള സാധനമാണ്. എന്തായാലും അധികകാലം നീണ്ടു നിന്നില്ല. ആ ഗവൺമെൻറ് വീണോടുകൂടി ഈ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മെമ്പർഷിപ്പും അധികാരവും അംഗത്വമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അത് യാദൃശ്യമായിട്ടുണ്ടായ സംഭവം കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. മാഷ് ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേ 77-ലെ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടൊക്കെ മാഷ് ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചു. മാഷ് അന്ന് അതിൻ്റെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോയത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. മാഷൊക്കെ ഇങ്ങനെ ഒളിവിൽ പോയ കാര്യങ്ങളും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ അവിഭക്ത കേരള കോൺഗ്രസ് അന്ന് കേരള കോൺഗ്രസിലാണ് KM മാണി, R ബാലകൃഷ്ണപിള്ള നേതൃത്വം കൊടുക്കുന്ന ഏക കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയിലാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകളൊക്കെ പലരെയും അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കരുണാകരനാണ് മുഖ്യ ശത്രു. കരുണാകരൻ അതിനെ പേരെഴുതി കൊടുക്കുന്ന ആൾക്കാരായിരിക്കും എന്നിരിക്കുന്നു. എന്തായാലും അതിൻ്റെ ഡയറക്ഷൻ കരുണാകരൻ്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ തലം വരെയുള്ള നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഞാൻ കേരള കോൺഗ്രസിൽ ജില്ലാ ഒരു ഭാരവാഹി ആയതുകൊണ്ടായിരിക്കാം. CPMൻ്റെ ഒരു നേതാവാണ് CK കുമാരൻ. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് K മൊയ്തു മന്ദാകുന്ന്. ഞങ്ങൾക്ക് 3 ആൾക്കും ഒരു അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്നുള്ള കാര്യം രഹസ്യമായി എൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കോൺസ്റ്റബിളുണ്ട്. അത് രഹസ്യമായിട്ട് എനിക്ക് അത് പറഞ്ഞു തോന്നുന്നു. മാഷോടുള്ള ബഹുമാനം കൊണ്ടല്ല, മാഷ് അപ്പനായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അപ്പൻ്റെ മുമ്പിൽ വെച്ച് മാഷെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്ഥലം വിട്ടേ മതിയാവും എന്ന് ഒരു റിക്വസ്റ്റ് എഴുതുക. CK കുമാരനും മൊയ്തൂനും ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ചുരുക്കം ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു 10-21 ദിവസം 20-21 ദിവസം ഞാൻ ലീവ് എഴുതി കൊടുത്തിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി. ആദ്യം ചെന്നൈയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ ചെന്നൈ ഒഴിവാക്കി നാട്ടിൽ തന്നെ അറിയപ്പെടാത്ത ആരും അറിയപ്പെടാത്ത എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഞാൻ താമസിച്ചത് ഒരു കോൺഗ്രസ്സുകാരുടെ വീട്ടിലാണ്. അപ്പോൾ അവിടേക്ക് അധികം അറ്റാക്ക് വരില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ തിരഞ്ഞെടുക്കാനാണ് വന്നത്. എന്തായാലും അവിടെ 10-20-21 ദിവസം ആ വീടിൻ്റെ തട്ടുമ്പുറത്ത് കഴിച്ചു കൂട്ടിയത് വലിയൊരു കാരാഗ്രഹവാസമായിരുന്നു എനിക്ക് ആ കാലം മുഴുവൻ. ഏതായാലും 10-20-25 ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. പത്രങ്ങളിലൊക്കെ എൻ്റെ ഗംഭീരവും ഗൗരവവും കുറച്ച് കനം കുറഞ്ഞിരിക്കുന്നു. അറസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കുറേ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ജയിലിലാണ്. അപ്പോൾ ഞാൻ പാർട്ടിയുടെ ഒരു നേതാവും കൂടിയല്ലേ. ഞാൻ തൃശ്ശൂർ ജില്ലാ APT ഓഫീസിലേക്ക് ചെന്ന് അവിടെ ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് തൃശ്ശൂരിൽ മേയറായിരുന്ന IP പോൾ, അന്ന് എൻ്റെ കേരള കോൺഗ്രസിൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തു, നമുക്ക് ജയിലിൽ സന്ദർശിക്കണ്ടേ. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ അവിടെ ജയിലിലാണ്, നമ്മളൊക്കെ രക്ഷപ്പെട്ട് നടക്കല്ലേ. അങ്ങനെ ഞങ്ങൾ കാണാനായിട്ട് ചെന്നു. അപ്പോൾ അവർക്ക് വേണ്ടതായ മൂക്കിൽ പൊടിക്കാതെ മൂക്കുപൊടി, കുറച്ച് ബീഡി ബണ്ടില്, സിഗരറ്റ് ബണ്ടില്, തീപ്പെട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പാർസൽ പോലെ പറഞ്ഞ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് കൊണ്ടുചെന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് പോയി. ചിലപ്പോൾ അവരെ വിളിച്ചപ്പോൾ അന്ന് അവിടെ അഖിലേശ്വർ മാഷ്, ഞാൻ നേരത്തെ അറിയുന്ന ആളാണ്, നിങ്ങളുടെ പാർട്ടിയിൽ ബന്ധപ്പെട്ട ആളാണ് അഖിലേശ്വർ മാഷ്. K മൊയ്തു ഞാൻ അറിയുന്ന അവിടെ അന്ന് ജയിലിലുണ്ട്. അങ്ങനെ അവരെയൊക്കെ വിളിച്ചു, അവർക്ക് സാധനം കൊടുത്തു. ഞങ്ങൾക്കിത് കെട്ട് കണക്കാണ്. അപ്പോൾ അവിടെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരുന്ന ഈ സാധനം തന്നെ, വേറെ സാധനമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. തീറ്റ സാധനങ്ങളെന്ന് പറഞ്ഞിട്ട് പറ്റില്ല, ഈ സാധനങ്ങളാണ്. അത് സ്വീകരിക്കാൻ തടസ്സമില്ല എന്ന കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് അതൊക്കെ മേടിക്കാനിട വന്നത്. ഇത് സമൃദ്ധിയായിട്ടുണ്ട് എന്നുള്ള ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂരിൽ നിന്നുള്ള മറ്റ് പ്രവർത്തകരുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് CK കുമാരൻ അണ്ടർഗ്രൗണ്ടിൽ പോയി, K മൊയ്തു പാവം ജയിലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന പാർട്ടി ചെയർമാൻ KM ജോർജ് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലായിരുന്നു. മാഷ് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാഷിൻ്റെ സ്കൂൾ ജീവിതം, മാഷ് പറഞ്ഞു കേച്ചേരി ജ്ഞാനപ്രകാശിന് സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടാണ് വിരമിച്ചത്. സ്കൂളിലെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓർക്കണേ? ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന കാലത്തും വളരെ ഓവർ ആക്റ്റീവാണ്.
ഓവർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എൻ്റെ ക്ലാസ്സിലേക്ക് കുട്ടികളെ ഞാൻ പറയാൻ പലതൊരു അഹംഭാവത്തിൻ്റെ ഭാവം തോന്നി ചിലപ്പോൾ. രക്ഷിതാക്കൾ ചേർക്കാൻ വരുമ്പോൾ പറഞ്ഞു സൈമ മാഷ ക്ലാസ്സിൽ ചേർക്കണം കേട്ടോ, സൈമ മാഷ ക്ലാസ്സിൽ ചേർക്കണം എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചു പോയ കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ പറയുന്നത്. അതിന് മാഷ് അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ ക്ലാസ്സിലേക്കും മാഷ് വരും എന്നൊക്കെ മാഷ് അന്ന് അവരോട് മറുപടി പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കും. ഞാനവിടെ ഇരിക്കുന്നുണ്ട്. ഞാനാണ് സൈമ മാഷ് എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞിട്ടല്ല. എങ്കിൽ പോലും അങ്ങനെയൊക്കെ ഒരു അനുഭവം എൻ്റെ ഞാനിവിടെ ആക്റ്റീവായിട്ട് കുട്ടികൾക്ക് വേണ്ടി മരിക്കും. അതാണ് എൻ്റെ പ്രവർത്തന ശൈലി. അതുപോലെ തന്നെ ഈ വീണ് അപകടപ്പെട്ടവർക്കൊക്കെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്ന്. ആരും ഒരു സ്കൂളിലും ഈ ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്ന ഏർപ്പാടൊന്നും ഉണ്ടാവാറില്ല. ഇത് ഞാൻ പൊക്കി പിടിച്ചിട്ട് ഞാൻ എന്ത് അപകടം പറ്റിയാലും അമല ആസ്പത്രി അല്ലെങ്കിൽ ചൂണ്ടൽ ആസ്പത്രിയിൽ പോയി കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കവറേജ് കിട്ടാനുള്ള ഫോം തയ്യാറാക്കി. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. വളരെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഉച്ചഭക്ഷണം, അന്നുണ്ട് ഉച്ചഭക്ഷണം. ആ ഉച്ചഭക്ഷണത്തിന് ആഴ്ചയിലൊരു ദിവസം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു പ്രോഗ്രാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളോടൊക്കെ പറഞ്ഞു നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് സാമ്പാറും അതുപോലെ തന്നെ നല്ല സാധനങ്ങളൊക്കെ ആയിട്ട് പഴമൊക്കെ വേണം, നല്ല രീതിയിൽ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും. അപ്പോൾ അതിനെ പറ്റാവുന്ന ആൾക്കാർ നാളികേരം കൊണ്ടുവരാൻ പറ്റുന്നവർ നാളികേരം, പച്ചക്കറി കൊണ്ടുവരാൻ പറ്റുന്നവർ പച്ചക്കറി, വല്ല 2 വഴുതനങ്ങ അല്ലെങ്കിൽ വീട്ടിൽ മേടിച്ചിട്ടുള്ള ഒരു വഴുതനങ്ങ അല്ലെങ്കിൽ ഒരു മുരിങ്ങക്കായ, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് സ്കൂളിൽ ഏതാണ്ട് 800-900 കുട്ടികൾ പഠിക്കുന്ന കാലമാണ്. ഇന്നൊക്കെ അത് കുറഞ്ഞു പോയി. കുട്ടികളെല്ലാവരും വിചാരിച്ച കാലത്ത് വിശേഷം അറിയുമോ, ഒരു 4-5 ദിവസത്തേക്കുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് എല്ലാ ആഴ്ചയിലും കിട്ടുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം കുട്ടികൾക്ക്. അതിൻ്റെയൊക്കെ ഒരു സൂത്രധാരകരും അതിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ആൾ ഞാനായിരുന്നു. അതെനിക്കേറെ സന്തോഷം തോന്നുന്നൊരു, അതൊക്കെ ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഭക്ഷണ രീതി ക്രമങ്ങളൊക്കെ വന്നപ്പോൾ അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം ഞാനിന്നും ഓർക്കണം. അതുപോലെ തന്നെ സ്കൂളിലെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് സബ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കൗൺസിൽ യോഗത്തിലൊക്കെ എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവും. ആ കാലത്താണ് ബാലകലോത്സവം, പിന്നെ അത് യുവജനോത്സവമായിട്ടൊക്കെ മാറി. ആ യുവജനോത്സവത്തിൻ്റെ സംഘാടക സമിതിയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കൺവീനറാക്കലൊക്കെ ഈ സംഘടനകൾക്കൊക്കെയാണ് വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു പ്രമുഖ സംഘടന, അതായത് കേരള KSTA എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു പ്രമുഖ സംഘടന, ഏറ്റവും കൂടുതൽ വലിയ മെമ്പർഷിപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് KSTA എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രോഗ്രാം കൺവീനർ സ്ഥാനം ഒക്കെ ഞങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഭക്ഷണം ഞങ്ങൾക്കാണ് ചുമതല തരാറ്. അപ്പോൾ ഒരു കൊല്ലം ഭക്ഷണം തന്നാൽ പിറ്റേ കൊല്ലം പ്രോഗ്രാം തരും. ഞാൻ ആ പ്രോഗ്രാം കൺവീനറായിരിക്കുന്ന കാലത്താണ് ആ വർഷത്തെ ജില്ലാ കലോത്സവം കുന്നംകുളത്ത് വെച്ചാണ് നടക്കുന്നത്. ആ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ എൻ്റെ സംഘടനയുടെ ജില്ലാ നേതൃത്വം അതിൻ്റെ പരിപാടിക്ക് വേണ്ട കൺവീനർ സ്ഥാനം, പ്രോഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ എന്നോട് പേര് നിർദ്ദേശിച്ചു. ഞാൻ ആ ചുമതല ഏറ്റെടുത്തു. ഞാനത് വളരെ കണിശമായിട്ടും കൃത്യമായിട്ടും ആ പ്രോഗ്രാം കൺവീനർ സ്ഥാനം പ്രയോഗത്തിൽ വരുത്തി. പരാതികളുണ്ടാവാറുണ്ട്. ഒരു പരിപാടി നടക്കുന്ന തലേ ദിവസം കൊണ്ട് വരുന്നു. ഞാനൊന്നും മറക്കാത്തൊരു സംഭവമാണ്. ആ പരാതി, ഇന്ന കുട്ടി അവിടെ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ആ കുട്ടിയുടെ ബന്ധുവാണ് ജഡ്ജായിട്ട് വരുന്നത് എന്നാണ് പരാതി. ഞങ്ങൾക്ക് പരാതി. ഞങ്ങൾ അങ്ങനെയുള്ള ജഡ്ജസിന് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരെ കൊണ്ട് ഒരു ഡിക്ലറേഷൻ എഴുതി മേടിച്ചിട്ട് ഞങ്ങളുടെ ബന്ധുക്കൾ ആരും ആ മനസ്സിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കടയിൽ എനിക്കാണ് പരാതി കിട്ടിയിരിക്കുന്നത് കൺവീനർ സ്ഥാനത്ത്. അത് കേച്ചേരി പ്രദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത് പരാതി. ഞാൻ കേച്ചേരി വാരായതുകൊണ്ട് എന്നെ അവർക്ക് അറിയാവുന്നതുകൊണ്ടും പരാതി എനിക്ക് വന്നു. ആ കുട്ടി വേറെ സ്കൂളിലാണ്, ഹൈസ്കൂൾ ക്ലാസ്സിലുള്ള, അധികം സ്കൂളൊന്നും ഞാൻ പറയണില്ല. പരാതി കിട്ടിയപ്പോൾ അന്വേഷിച്ചപ്പോൾ പിറ്റേ ദിവസമാണ് പരിപാടി തുടങ്ങുന്നത്. അത് വരണു കഥാപാത്രത്തിന് പരാതി പറഞ്ഞ കക്ഷി എത്തി. നിങ്ങൾ വീട് എവിടെയാണെന്ന് ചോദിച്ചു. പാലക്കാടാണ്. നിങ്ങൾ ഏതായാലും ജഡ്ജ്മെൻറ്റ് നടത്തണ്ട, ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ഒരു റിലേറ്റീവ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള സൂചനയും തന്നിട്ടുണ്ട്. അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്നെ ക്ലാസ്സിൽ ഇന്ന കുട്ടി പങ്കെടുക്കുന്നുള്ള എൻട്രിയിൽ കാണാനുണ്ട്. അയ്യോ, എൻ്റെ ആരുമല്ല അവരെ. എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള വിവരം ആ കക്ഷിക്ക് കിട്ടി. അതെങ്ങനെ കിട്ടി? നിങ്ങളാണ് ജഡ്ജ് ചെയ്യാൻ വരുന്നത് എന്ന കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ബന്ധം നിങ്ങൾ പ്രവർത്തിയുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നീട് മനസ്സിലായി. ഏതായാലും അവരെ പരിപാടിയിൽ ജഡ്ജ്മെൻറ്റിൻ്റെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. അവരുടെ കുട്ടി
തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലാണ് പഠിക്കുന്നത്. മനസ്സിൽ പങ്കിടുന്ന കുട്ടിയുടെ ചേച്ചിയും സെൻറ്റ് മേരീസ് കോളേജിലാണ് പഠിക്കുന്നത്. അങ്ങനെ പരസ്പരം പറഞ്ഞു എൻ്റെ അമ്മ അവിടേക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ചേച്ചിമാർ തമ്മിൽ സംസാരത്തിൽ പറയാനിട വന്നു. അങ്ങനെ ആ വിവരം ഈ മനസ്സിൽ പങ്കിടുന്ന കുട്ടിയുടെ ഉപ്പ അറിയാനിട വന്നു. അതാണ് പരാതിയായിട്ട് വരാനിട വന്നു. അപ്പോൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ള ചിന്ത ഞങ്ങൾ കയ്യോടെ തന്നെ അത് മാറ്റി നിർത്തി. എല്ലാ പരാതികളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കുന്ന ഒരു സംവിധാനം എനിക്ക് ഒരു വിദഗ്ധ ഒരു വിജയരാഘവൻ സാർ എന്ന് പറയുന്നൊരു കക്ഷി ഡയറ്റിൽ ജോലി ചെയ്തിരുന്ന മാഷുണ്ട്. ആ മാഷ് പറഞ്ഞു തന്ന ഒരു മെത്തേഡ് ഉണ്ട്, കാൽക്കുലേഷൻ ചെയ്യുന്നത്. അവർ 3 ജഡ്ജസ് 3 തരത്തിൽ മാർക്കിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കിടുന്ന ക്യാരക്ടറുള്ള ജഡ്ജ് ആരാണോ ആ ആളുടെ മാർക്കിൻ്റെ ബേസിലാവും റിസൾട്ട് വരിക. അങ്ങനെ വരാതിരിക്കാൻ 3 ജഡ്ജസിൻ്റെയും പരിഗണിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ശാസ്ത്രീയ ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ DD ഒരു രാജു എന്ന് പറയുന്ന ആളാണ്. പരാതി കിട്ടിയ DD പ്രോഗ്രാം കൺവീനറായിട്ട് ഞാനും കൂടി ഇരുന്നിട്ടാണ് ഈ പരാതികൾ പരിശോധിക്കുന്നത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് മുഴുവനും പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ ശാസ്ത്രീയമായ മെത്തേഡിൽ ഇതാണ് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിലൊരാൾ മാത്രമേ വരുന്നുള്ളൂ, ബ്രാക്കറ്റിൽ വരുന്നില്ല. വളരെ വിചിത്രമായ റിസൾട്ടാണ് വന്നു തുടങ്ങി. ഈ രീതിയിൽ പരിശോധിച്ചു അർഹതപ്പെട്ട ആൾക്ക് കിട്ടും. അങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് ഈ പരാതി കിട്ടിയതൊക്കെ പരിശോധിച്ചപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുത്തു. ചുരുക്കത്തിൽ ആ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം യുവജനോത്സവം കൊല്ലത്ത് വെച്ചാൽ ആ കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പോന്നിട്ടുള്ള കുട്ടികൾ മുഴുവൻ മത്സരാർത്ഥികൾ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അർഹതപ്പെട്ടവർ തന്നെയാണ്. വേറെ യാതൊരു വക മാൽ പ്രാക്ടീസ് നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ആ കൊല്ലത്തെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയ്ക്ക് കിട്ടിയത്. ആദ്യമായിട്ട് കിട്ടുകയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക്. ഞാൻ പ്രോഗ്രാം ടീം മാനേജർ എന്ന നിലയ്ക്ക് ഞാനും ഈ കപ്പ് തരുന്ന നേരത്ത് റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് മത്സര പരിപാടികൾ കഴിഞ്ഞ ആൾക്കാരൊക്കെ സ്ഥലം വിട്ട് കഴിഞ്ഞു. കുട്ടികളൊക്കെ രക്ഷിതാക്കൾ അവരായിട്ട് സ്ഥലം വിട്ടു. വളരെ കുറച്ച് ആളുകളും ഞാനും DD മാത്രമേ അവിടെ അവശേഷിച്ചുള്ളൂ. എന്തായാലും അന്നത്തെ മന്ത്രിയിൽ നിന്ന് ആ കപ്പ് മേടിച്ചത് സ്വർണ്ണക്കപ്പ് മേടിച്ചത് അഭിമാനത്തോടെ ഓർക്കുകയാണ്. പിന്നീട് വർഷങ്ങളേറെ പിന്നിട്ടതിന് ശേഷം കഴിഞ്ഞ വർഷമാണ് അത് 1998 ആ കിട്ടിയത്. ഇപ്പോൾ ആ കഴിഞ്ഞ വർഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞു? 23 വർഷം പിന്നിട്ടിട്ടാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് ആ കപ്പ് കിട്ടിയത്. അതിനനുസ്മരിച്ചുകൊണ്ട് ഒരു പത്രക്കാരൻ്റെ ഒരു ഫീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ അവസരത്തിൽ അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അതെനിക്ക് ഏറെ അഭിമാനവും സന്തോഷം തോന്നി. ആ ഫ്യൂച്ചറിൽ പറയുന്നത് മാഷ തിഷ്ഠതയിലുള്ള ഒരു വാല്യുവേഷനും പരിപാടികളൊക്കെ ഇടപെടാൻ സാഹചര്യം വന്നതിനൊക്കെ അടിസ്ഥാനത്തിലാണ് കിട്ടാൻ ഇടവന്നതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അതിന്ന് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. മാഷ അതുപോലെ ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിൻ്റെ ഒരു വളർച്ച, മാഷ്ക്കിപ്പോൾ 73-74 വയസ്സിലാണ് മാഷ് ജീവിക്കുന്നത്. അല്ല, 78 കഴിഞ്ഞു. 79ലേക്ക് നടക്കുകയാണ്. മാഷിന്റെ 19-20 വയസ്സിൽ മാഷ് ഈ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂരിന്റെ ഒരു വളർച്ച മാഷിന്റെ കണ്ണുകളിലൂടെ എങ്ങനെയാണ് കാണുന്നത്? ഒരു 10-15 കൊല്ലമായിട്ട് ഒരു സഡൻ വളർച്ചയാണ് ഗുരുവായൂർ. സഡൻ വളർച്ച. മറ്റൊക്കെ സ്ലോ മോഷനിലുള്ള ഒരു വളർച്ചയായിരുന്നു മറ്റു കാലങ്ങളിലൊക്കെ. എന്തായാലും കുറഞ്ഞ കാലങ്ങൾ ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് ഈ വികസന പദ്ധതികളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇടവന്നത്. ഇനി ഇവിടെ ഏത് വികസനം നടത്തണമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് തന്നെ പറയാൻ കിട്ടുന്നില്ല. മേൽപ്പാലം വന്നപ്പോൾ തന്നെ വലിയ ഒരു വികസനത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചു. ഇതാ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പണി ആരംഭിച്ചു. മോഡേൺ രീതിയിൽ ബസ് സ്റ്റാൻഡ് പണിയാൻ പോകുന്നു. അതുപോലെ തന്നെ പാർക്കിംഗ് സംവിധാനം നഗരസഭയുടെ ആദ്യം ദേവസ്വത്തിൻ്റെ വക പാർക്കിംഗ് സൗകര്യം ഉണ്ടായി. പാർക്കിങ്ങാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രാജഡി. അത് മുനിസിപ്പാലിറ്റിയും നഗരസഭയും ഇതുപോലെ തന്നെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ടാക്കി. അതും നല്ലൊരു സംവിധാനമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ റിംഗ് റോഡൊക്കെ ഒന്നുകൂടി വികസന പദ്ധതികൾ നോർത്ത് റിംഗ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുങ്ങിയ കഴുത്തൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. അതൊക്കെ നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ലോഡ്ജുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഭക്തജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ട് പോകാനാവുന്ന ഒന്നിനും കുറവില്ലാത്തൊരവസ്ഥ ആയിട്ടുണ്ട്. ഇനി മമ്മിയൂർ ജംഗ്ഷനിലാണ് ഒരു മേൽപ്പാലം വേണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ്. അവിടെ എപ്പോഴും സദാസമയവും ബ്ലോക്കാവുന്ന ഒരു സംവിധാനമുണ്ട്.
അത്രമാത്രം വാഹനങ്ങളാണ്. ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അതിനേക്കാൾ ഏറ്റവും പ്രധാന കാര്യം, ഞാനൊക്കെ എൻ്റെ ഒരു നലകാലം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഈ നേരത്തെ പറഞ്ഞ പൗരസമിന കാലഘട്ടങ്ങളിലൊക്കെ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ പുലർച്ചെ സമയം ഗുരുവായൂരിലേക്ക് ചെല്ലാൻ ഇടവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീർത്ഥാടകരെ റോഡ് സൈഡിൽ ഇരുന്നിട്ടാണ് മല വിസർജനം നടത്തുന്നത്. അവർക്ക് ഇരിക്കാനുള്ള ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല, കാണുന്നില്ല. അവർക്ക് ആവശ്യം നിറവേറണ്ടേ? അവർ റോഡ് സൈഡിലാണ് ഈ കാര്യം നടത്തുന്നത്. ഇന്ന് നേരം എടുത്തു കഴിഞ്ഞാൽ നഗരസഭയുടെ ടൗൺഷിപ്പ് ആയാലും വേണ്ടില്ല, അന്ന് ടൗൺഷിപ്പാണ്, ടൗൺഷിപ്പ് കുറച്ച് ക്ലോറിൻ പൗഡറൊക്കെ ഇട്ട് വെളുത്ത പൗഡർ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി വിതരണം കണ്ടു. ഈ കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഗുരുവായൂരിൻ്റെ വളർച്ചയുടെ തുടക്കം ഞാൻ കാണുന്നത്. അതൊക്കെ ഇന്ന് അതുപോലെ തന്നെ ട്രെഞ്ചിങ് ഗ്രൗണ്ടാണ് നമ്മുടെ ചൂൽപ്പുറത്തുള്ളത്. മൂക്ക് പൊത്താതെ ആ വഴി കൂടെ കടന്നു പോകാൻ. രാഷിക ബാബുരാജായിരുന്നു ഒരു കാലത്ത് ഒരു നഗരസഭാ പ്രസിഡൻ്റായിരുന്നു. അവരെ വീട്ടിലേക്ക് ഈ മാലിന്യങ്ങളും കൂമാരങ്ങളും അവർ വീട്ടുമുറ്റത്ത് കൂടിയിട്ടുണ്ട് വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുള്ള കാലമാണ്. ഇന്ന് ആ ട്രെഞ്ചിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പൂങ്കാവനാണ്. അത് വലിയൊരു മാറ്റം, ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മാലിന്യങ്ങളുടെ കൂമ്പാരായിരുന്നു, മലയായിരുന്നു അവിടെ. അതൊക്കെ അപ്രത്യക്ഷമായി അവിടെ നല്ലൊരു പൂങ്കാവനായിട്ട് മാറി. മാത്രമല്ല കേരളത്തിലെ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാണ് മന്ത്രി രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയുടെ പ്രഖ്യാപനം. മാത്രമല്ല ഗുരുവായൂർ ഇപ്പോൾ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റാറ്റസ് നിലനിർത്താൻ കഴിയുന്ന ഒരു നഗരസഭയായിട്ട് 6ാമത്തെ സ്ഥാനം കിട്ടിയെന്നാണ് ഇവിടുത്തെ കിട്ടിയത്. എത്ര ബഹുമതി പത്രം കിട്ടിയിട്ട് പറയാൻ പറ്റില്ല, അത്ര അധികം കിട്ടിയിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയുടെ കിരീടത്തിൽ പൊന്തൂവൽ ചാർത്താൻ സ്ഥലമില്ല, അത്ര അധികം പൊന്തൂവലാണ് കിട്ടിയിരിക്കുന്നത്. അത് ചെയർമാൻ്റെ മാത്രമില്ല, ചെയർമാനും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഇവിടുത്തെ കൗൺസിലർമാരും ഇവിടുത്തെ ജീവനക്കാരുടെ ഒക്കെ സഹായവും സഹകരണവും ജനങ്ങളും എല്ലാവരും സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതെല്ലാം വാങ്ങിയിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി വ്യവസായി അവരൊക്കെ അതിൽ സഹകരിക്കണ്ടേ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഒരു കാലത്ത് ഒരു വിഷയമായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് മറ്റു നഗരസഭകൾക്ക് പോലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഗുരുവായൂർ നഗരസഭയിൽ കഴിഞ്ഞു എന്ന കാര്യത്തിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഗുരുവായൂർ നഗരസഭയിൽപ്പെട്ട ഒരു കക്ഷിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാവുന്ന ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം. സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് 40-45 വർഷങ്ങൾക്ക് മുമ്പ് കലാനിലയത്തിൻ്റെ നാടകങ്ങൾ, എല്ലാ നാടകങ്ങളും 10-15 നാടകങ്ങളുണ്ടായിരുന്നു. ആ നാടകങ്ങൾ മുഴുവൻ ഗുരുവായൂരെ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് സംഘടിച്ച് പ്രൊഫഷണൽ പരിപാടികളല്ലേ, മറ്റേ കോഴിക്കോട്ട് നിന്നൊരു ടീമിനെ കൊണ്ടുവന്നിട്ടാണ് ആ ഷെഡ് തന്നെ പണിത്. അങ്ങനെ നടത്തിയിട്ടുള്ള കാര്യം ടിക്കറ്റ് മറ്റേ രക്തരക്ഷസ് അതൊരു നാടക കലോത്സവം പോലെയാണ്. അയ്യോ വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ അത് എന്ത് സംഭവിച്ചു വെച്ചാൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ തോറ്റില്ലേ, അവർ കേസ് കൊടുത്തപ്പോൾ അവരെ ശിക്ഷ പ്രഖ്യാപിച്ചു കോടതി. അതിലെ പ്രതിഷേധിച്ചിട്ട് ഇവിടെ വലിയ പ്രകോപനം ബന്ധുവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ഈ നാടകം നടന്ന സീസണിലായിരുന്നു. ഒരു 4-5 ദിവസം 5-6 ദിവസം ഒരാഴ്ചക്കാലം നാടകം നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നു. അന്ന് ഈ PM മേനോനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മി. CG നായർ അതിലില്ല. പിന്നെ ഞാനുണ്ട്, എക്സ്പ്രസ് ഡി വാസുദേവ് ഉണ്ട്, ഞാനുണ്ട്, ഒരു സുന്ദരനുണ്ട്, താണിയിലെ ശിവദാസുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കമ്മിറ്റി മെമ്പർമാരാണ്. അത് എൻ്റെ ലാഭം കിട്ടുന്നുള്ള പ്രതീക്ഷയിലേക്ക് ഒരു പ്രൊഫഷണലായിട്ടാണ് വീട് നടത്തിയത്. അത്രയധികം കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ നാടകം അവരെ കൊണ്ടുവന്നു അവർക്ക് കൊടുക്കാൻ സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ എന്തായാലും അത് ജനങ്ങളെ ഇളക്കി മറിച്ചു ഒരു സംഭവമായിരുന്നു ആ നാടകമേള. ഇന്നത്തെ CCC ഒക്കെ വരുന്നതിന് മുമ്പാണ് ആ നാടകമേള. ഒരു സന്ധ്യാദീപം എന്ന് പറഞ്ഞ ഒരു പത്രം ഞങ്ങൾ ഇറക്കിയിരുന്നു. അത് SP നായർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രവർത്തിച്ച ഒരു സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് ഗുരുവായൂരാണ് താമസം, തെക്കേ നടയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഇന്നിപ്പോൾ ഈ ബഹുനില കെട്ടിടം മുനിസിപ്പാലിറ്റി അല്ല ദേവസ്വം പണിതിട്ടില്ലേ, അതിൻ്റെ അടുത്താണ് അവരുടെ ഓഫീസ്. അവിടെ ഞങ്ങൾ ഒരു പത്രം ഇറക്കാനായിട്ട് തീരുമാനിച്ചു. PK അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന പിന്നീട് അയാൾ BJPയുടെ ഒരു നേതാവായിട്ട് മാറി, കൗൺസിലർ, ചാവക്കാട് കൗൺസിലറൊക്കെ ആയിരുന്നു. അയാളാണ് എഡിറ്റർ. ഞാൻ മാനേജിങ് എഡിറ്ററായിട്ട് ഒരു പത്രം ഇറക്കി. ആ പത്രം നല്ല രീതിയിൽ സന്ധ്യാദീപം എന്നാണ് അതിൻ്റെ പേര്. ഈവനിങ് പത്രം.
പത്രവാർത്തയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ പെട്ടുണ്ട് വാർത്ത കിട്ടാൻ വേണ്ടി. അത്രയധികം വാർത്തയ്ക്ക് ക്ഷാമമുള്ള കാലമാണ്. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം മഴവെള്ളം വീണിട്ട് തുറന്നു നോക്കിയപ്പോൾ ഒക്കെ നോട്ടൊക്കെ അഴുകി കേടുവന്നു, ഡാമേജായി. ഇതിൽ പ്രതിഷേധിച്ചിട്ട് അവിടെയുള്ള കുറേ പ്രവർത്തകർ, RSS പ്രവർത്തകരാന്ന് തോന്നുന്നു, അവരവിടെ അമ്പലത്തിലൂടെയൊക്കെ പോസ്റ്ററുകൾ പൊട്ടിച്ചു. ദേവസ്വം മാനേജിങ് കമ്മിറ്റി അവരുടെ അശ്രദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞങ്ങളുടെ സന്ധ്യാദീപത്തിൻ്റെ പത്രപ്രതിനിധി പോയിട്ട് അവിടെ ഫോട്ടോ എടുത്തു, പോസ്റ്ററൊക്കെ ഫോട്ടോ എടുത്തു. അതൊരു വാർത്തയായിട്ട് ഞങ്ങളുടെ പത്രത്തിൽ കൊടുത്തു. ഞാനും അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് എഡിറ്ററാണെന്നൊക്കെ എഴുതി തയ്യാറാക്കി കൊടുത്തു. അന്ന് ഫോൺ കണക്ഷൻ കിട്ടാൻ വേണ്ടി, അന്ന് ഫോൺ കണക്ഷൻ കിട്ടിയിട്ടില്ല. ഫോൺ കണക്ഷൻ കിട്ടാൻ വേണ്ടി തൃശ്ശൂർക്ക് പോകണം ഞങ്ങൾക്ക്. അങ്ങനെ തൃശ്ശൂർ ഞാനും ഈ SP നായരും പോയിട്ടാണ് ഫോൺ കണക്ഷന് വേണ്ടി പോണത്. തിരിച്ചു വന്ന് ഞാൻ ഓഫീസിൽ ചെല്ലാണ്. പത്രം കാണണ്ടേ, പത്രം കാണാനുള്ള ഒരു ആൻസൈറ്റി നോക്കണ നേരത്ത് ഈ വാർത്ത അതിൽ കാണാനില്ല. ഉടനെ ഞാൻ SP നേർക്ക് വിളിച്ചു. നമ്മൾ കാലത്ത് എഴുതി കൊടുത്ത വാർത്ത കാണാനില്ലല്ലോ, എന്ത് പറ്റി, എന്തുണ്ടായി സംഭവം മനസ്സിലാവണില്ലല്ലോ എന്ന് ഞാൻ വെറുതെ സ്വയം. അപ്പോൾ അയാൾ പറഞ്ഞു, മാഷേ, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് പത്രം നടത്തേണ്ടതിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം. അദ്ദേഹം പത്രത്തിൻ്റെ ചുമതലക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിന് പ്രസ്സിലാണ് അടിക്കണമെന്നുള്ള കാര്യം മാത്രമേ. ആള് പത്രമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വമൊന്നുമില്ല, പക്ഷെ പത്രം അടിക്കുന്നത് അയാൾ പ്രസ്സിലാണ്. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് മാഷേ, ഞാൻ ഊണ് കഴിക്കാൻ പറഞ്ഞ നേരത്ത് അഡ്മിനിസ്ട്രേറ്ററിനെ വിളിച്ചു. ദയവ് ചെയ്ത് വാർത്ത ഫോട്ടോഗ്രാഫറും ഫോട്ടോ എടുത്തിട്ട് പോയത് വാർത്ത വന്നു. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പത്രത്തിൽ അത് വാർത്ത വന്നാൽ ഭക്തജനങ്ങൾക്ക് അത് വലിയൊരു ഉതപ്പുണ്ടാവും. ആ ഉതപ്പ് വലിയ അപകടത്തിലേക്ക് തീർക്കുന്ന വാർത്തയാവും. ദയവ് ചെയ്ത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഒരു റിക്വസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റർ വിളിച്ച് പറഞ്ഞാൽ ഞാൻ എന്താ വേണ്ടത്? ഞാൻ ഈ പത്രം നടത്തിയ ഒരാളാണ്, സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും ഗംഭീര സ്ഥാപനമാണല്ലോ. എന്നാണ് നമ്മുടെ ഈ ചൊത്തല പത്രം. അതിൽ ഈ വാർത്ത വരേണ്ട ആവേശം നമുക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അത് കേൾക്കേണ്ട മര്യാദ നമുക്കുണ്ട്. പിന്നെ അധികം അനുബന്ധമായി പറയുകയും ചെയ്തു, ഈ വാർത്ത മലയാള മനോരമയിലും വരില്ല, മാതൃഭൂമിയിലും വരില്ല, പ്രമുഖ പത്രങ്ങളിലും നാളെ വരില്ല. ആ കാര്യം ഞാൻ ഏറ്റു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, നേരെ പോയി പ്രസ്സിൽ മാഷ കൂടി ഞാൻ തൃശ്ശൂർക്ക് പോകുന്നതിന് മുമ്പ് ആ കാര്യം ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് എന്താ കാര്യം എന്ന് എന്നോട് പറയാം. ഞാൻ അത് പറഞ്ഞാൽ മാഷ് വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും അപ്പൂട്ടനെ പിറ്റേ ദിവസം കാലത്താണ് അയാൾ വരിക. ഫോൺ ചെയ്യാനുള്ള സംവിധാനമൊന്നും ആ കാലത്തില്ല. പിറ്റേ ദിവസം അപ്പൂട്ടനും ഞാനും ആലോചിച്ചു, പത്രത്തിൻ്റെ ചുമതലക്കാരെ നമ്മൾ രണ്ടുപേരും. ഈ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ച് പറഞ്ഞത് പത്രത്തിൻ്റെ ഓണറോടാണ്. എന്തായാലും അദ്ദേഹം എന്നോടെങ്കിലും പറയേണ്ട ഒരു മര്യാദ നമുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കൊരു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പത്രം പ്രസിദ്ധീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ പത്രം അങ്ങോട്ട് ഇറക്കുക. അങ്ങനെ പ്രഖ്യാപിച്ചു, ഇത് അറിയിപ്പുണ്ടാകുന്നത് വരെ. പിന്നെ അറിയിപ്പ് കൊടുത്തിട്ടില്ല, പത്രം അങ്ങനെ നിന്നു. എത്രയോ കാലം നടത്തിയ പത്രമായിരുന്നു. ഇന്ന് ആ പത്രം ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ എന്തായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ആ പത്രത്തിൻ്റെ പ്രവർത്തനം. പക്ഷേ 78 വയസ്സായി എന്ന് പറഞ്ഞു. 78 കഴിഞ്ഞു. മാഷിൻ്റെ ഇപ്പോഴത്തെ പൊതുപ്രവർത്തനം, മാഷെ പല വേദികളിലും കാണുന്നു, ആത്മീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുന്നു, രാഷ്ട്രീയമായിട്ടും അങ്ങനെ പൊതു പ്രവർത്തനങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണുന്നു. ജീവഗുരുവായൂരിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. മാഷിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്ന്. ഞാൻ ഒരു 12 കൊല്ലക്കാലം തൃശ്ശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്. അത് ഒരു തവണ ഒരു 3 കൊല്ലം കാലത്തേക്കാണ് തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ ജയിച്ചത്. പിന്നെയുള്ള കാലം മുഴുവൻ നോമിനേറ്റ് ചെയ്ത കാലമാണ്. എക്സ് ഒഫീഷ്യോ മെമ്പറാവും. കാരണം ഞാൻ സെക്കുലർ ഫ്രാൻസിസ്കൻ ഓർഡറിൻ്റെ അതിരൂപത പ്രസിഡൻ്റ് ആയാൽ എക്സ് ഒഫീഷ്യോ മെമ്പറായിരിക്കും അവിടെ. അങ്ങനെ ഒരു 12 കൊല്ലക്കാലം ഈ തൃശ്ശൂർ അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ മെമ്പറായിരുന്നു. അവിടുത്തെ പല ചർച്ചകളൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. കുണ്ടോള പിതാവിൻ്റെ കാലം തൊട്ടേ ഞാൻ ആ രംഗത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ജീവ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പെൻഷൻ സംഘടനയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സംഘടനയാണ്, ഏക അംഗീകൃത സംഘടനയും കൂടിയാണ്. ആ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു.
10 വർഷക്കാലം ഞാൻ ജില്ലാ ഭാരവാഹിയായിട്ടും പ്രവർത്തിച്ചു. ഒരു സാന്ത്വന പദ്ധതി, അത് എൻ്റെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതി തന്നെ ഇവിടെ ആരംഭിക്കാതെ വന്നത്. ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ അത് ഏറ്റെടുത്തു സംഘടന. അതായത് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് സംവിധാനമൊന്നുമില്ല ഈ പെൻഷൻകാർക്ക്. ഗവൺമെൻറ്റിൻ്റെ വേറെ സാമ്പത്തിക സഹായം കിട്ടാൻ ഒരുപാട് ആളുകൾ, ഈ രോഗികളായിട്ടുള്ള ആൾക്കാർ പലരുണ്ട്. അങ്ങനെയുള്ള രോഗികളെ സഹായിക്കാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മളാണെങ്കിൽ 32,000-ത്തിലേറെ അംഗങ്ങൾക്കുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ്. ഈ 32,000 ചില്ലറ ആളുകൾ നമ്മളെല്ലാവരും സ്നേഹപുരസരം നിർബന്ധിച്ചാൽ ഒരു 100 രൂപ വർഷത്തിലൊരിക്കൽ താഴാൻ പറഞ്ഞാൽ തരില്ലേ? അങ്ങനെ 32,000 × 100 എന്ന് പറഞ്ഞാൽ എത്ര രൂപയെന്ന് അറിയൂ? അതിന്ന് നമുക്ക് ഗവൺമെൻറ്റിന് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ചിലവുകൾ നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് സഹായിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്കായിട്ട് ഞാൻ അതിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. ഈ പ്രപ്പോസൽ അവതരിപ്പിച്ച ആളായതുകൊണ്ടായിരിക്കും എന്നെ ചുമതലപ്പെടുത്തിയത്. എന്തായാലും ഭാരവാഹികൾ, പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ അതിനെ പിന്തുണ ചെയ്തപ്പോൾ ആ പദ്ധതി മനോഹരമായിട്ട് കൊണ്ടുപോയി. ഇപ്പോൾ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് വന്നതോടുകൂടി ആ പരിപാടി നിർത്തിവെച്ചു മാത്രമേ ഉള്ളൂ. എന്തായാലും അങ്ങനൊരു പരിപാടി പെൻഷൻ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഏറെ അഭിമാനം കൊള്ളും. അതുപോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനമാണ് ചാവക്കാട് ഗുരുവായൂർ സൗഹൃദ വേദി. സൗഹൃദ വേദിയുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങളെ മാത്രം, അവർ 3 ആളും ഉണ്ടാവും. അവർ 3 ആളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്, സംഘടനയാണ്. അപ്പോൾ ബക്രീദ് ആയാലും ക്രിസ്മസ് ആയാലും ഓണായാലും വിഷു ആയാലും ഇതൊക്കെ ഞങ്ങൾ ഈ സൗഹൃദ വേദിയുടെ ബാനറിൽ ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്താറുണ്ട്. ഈ സൗഹൃദ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് യാദൃശ്യമായിട്ട് അന്നത്തെ സഹായമെത്രാൻ, തൃശ്ശൂരിൻ്റെ സഹായമെത്രാൻ, ഇന്നത്തെ കർദിനാളായിരിക്കുന്ന മാർ റാഫേൽ തട്ടിലാണ്. ചാവക്കാട് വ്യാപാര ഭവനിലായിരുന്നു ആ സൗഹൃദ വേദിയുടെ തുടക്കം കുറിച്ചത്. അങ്ങനെ ആ ഒരു സംഭവം അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. ഏതായാലും ഇന്നതും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ബക്രീദായാലും റംസാനായാലും ആഘോഷങ്ങൾ, ഓണാഘോഷവും ക്രിസ്മസും ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ ബാനറിൽ നടത്തും. അപ്പോൾ ക്രൈസ്തവരും ഇസ്ലാം വിഭാഗക്കാരും ഹൈന്ദവ സഹോദരരും ഒറ്റയ്ക്ക് മാറി നിൽക്കേണ്ടവരല്ല. എല്ലാവരും യോജിച്ച് മാനുഷിക പരിഗണനയിൽ മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. സഹായിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ സഹകരിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് എന്ന ഒരു എന്താ പറയണ്ടേ, അത് ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ഉദ്ദേശം. ആ സംഘടനയുടെ കുറച്ച് കാലങ്ങളോളം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കാനിട വന്നിട്ടുണ്ട്. ആക്സ് പോലുള്ള പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ആക്സ്. ഡേവിഡ് ശർമ്മലച്ചനാണ് അതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി. ഞാൻ ജോലി ചെയ്തിരുന്ന എൻ്റെ കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിലെ ഒരു സഹപ്രവർത്തകനായ എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയായിരിക്കുന്ന ഒരു ജിസം മാഷ് അന്ന് ഈ ആക്സിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. വളരെ കൗതുകത്തോടെ ഞാനിതിങ്ങനെ നോക്കിക്കാണുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ആഡ്സ് ഗുരുവായൂരൊന്ന് ആരംഭിക്കാനായിട്ട് സാധിക്കില്ലേ എന്ന്. അങ്ങനെയാണ് ഗുരുവായൂർ കൊണ്ടുവന്നു. ഞാനാണ് എൻ്റെ തുടക്കക്കാരൻ. മഹാരാജ ടൂറിസ്റ്റ് ഹോമിലെ അതിൻ്റെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തു. എന്തായാലും അത് ഇന്നും ഇപ്പോൾ 2007 അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തമായ ആംബുലൻസ് നമുക്ക് കിട്ടാനിട വന്നു. അതിന് ഏറ്റവും സഹായകരമായൊരു സമീപനം ചൂലൂർപ്പടിയിലുള്ള 3 പുരയ്ക്കൽ, പുൽക്കൂട്ടിൽ 3 പുരയ്ക്കൽ ചെറിയാൻ 3 തവണ 5 വർഷം 6 വർഷം കഴിയുമ്പോൾ ഓരോ ആംബുലൻസും മാറി മേടിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ 3 ആംബുലൻസും വന്ന് അദ്ദേഹമാണ്. അത് ഇന്നും മനോഹരമായിട്ട് ഭംഗിയായിട്ട് വലിയ കാശ് ഇരിപ്പുന്നുണ്ടെങ്കിൽ പോലും വീഴ്ചയില്ലാതെ സൗജന്യ നിഷ്കാമകർമ്മ എന്നാണ് എൻ്റെ മുദ്രാവാക്യം. ഈ പ്രദേശത്തുള്ള ഏത് മനുഷ്യർക്കും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും ഈ വണ്ടി. 24 മണിക്കൂറും കാതോർത്തിരിക്കുകയാണ് ഓഫീസിലെ വളണ്ടിയർമാരും ഡ്രൈവറും. അത് അങ്ങനെ ഒരു പ്രസ്ഥാനം ഭൂമുഖത്ത് വേറെ എവിടെയും കാണില്ല. അതാണ് എൻ്റെ പ്രത്യേകത. എന്തായാലും ഈ നിഷ്കാമകർമ്മം നടത്തുന്ന ഈ ആഡ്സിനെ പറ്റിയിട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പോലും അതിനെ ശ്രദ്ധയോടെ കാണാനിട വന്നിട്ടുണ്ട്. ഒരു സ്കന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് കൃത്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന ഈ ആഡ്സ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പട്ടണപ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കേണ്ടതാണ് എന്നൊക്കെ റിപ്പോർട്ട് കാണാനിട വന്നിട്ടുണ്ട്. അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ കാര്യം തൃശ്ശൂരിലെ കാര്യങ്ങളാണ് അത് പരാമർശിക്കപ്പെട്ടത്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ 10-17
ബ്രാഞ്ചുകളിൽ ഇതിൽ സ്വന്തമായ ഒരു ആംബുലൻസും സർവീസ് കൊടുക്കുന്നത്. ഞാൻ ദീർഘകാലം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറിയായി. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് ഇപ്പോഴും അതിൽ തുടരുന്നുണ്ട്. ഇപ്പോഴും യോഗങ്ങളിലൊക്കെ പങ്കെടുക്കും. നിർദ്ദേശങ്ങളും കാര്യങ്ങളും സജഷൻസൊക്കെ വെക്കുന്ന ഒരാളാണ്. ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കേട്ട് ആ എയ്ഡ്സ് ഗുരുവായൂരിൻ്റെ ഒരു പുണ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ബഹുമുഖ പരിപാടികളുമായിട്ട് ഈ പ്രകാലം അത്രയും സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ആരോഗ്യ രഹസ്യം എന്ന് ഞാനും കൂടി. മാഷ്ക്കൊരു തളർച്ച തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഓടി നടക്കുമ്പോൾ? എനിക്കൊരു തളർച്ച തോന്നില്ല, ആവേശാതന്യം. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു RJDയുടെ. ജനതാ പാർട്ടി പല വേറെ തന്നെ വിഭജനം നടത്തി ഇപ്പോൾ RJD എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നാമത്തിലാണ് ഇപ്പോൾ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇനി പുതിയ ഭാരവാഹിയായിട്ട് ഡിക്ലെയർ ചെയ്യുമെന്ന് അറിയില്ല. ഈ പ്രായം കൊണ്ട് എൻ്റെ അവസ്ഥ അത്രയും ആയില്ല. അതുകൊണ്ട് വിളിക്കുന്ന യോഗങ്ങളിലേക്ക് വരാനായിട്ട് മുഴുവൻ എളുപ്പമല്ല യാത്ര ചെയ്യാൻ എന്നൊക്കെ. ബസ് യാത്രയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഇനി അവരുടെ നിർബന്ധപ്രകാരം എങ്ങനെ വരികയെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ നോ പറയില്ല, പ്രവർത്തിക്കും. എന്നെ നോമിനേറ്റ് ചെയ്യാൻ ഇട വന്നു കഴിഞ്ഞാൽ നോ പറയില്ല എന്ന് കഴിയുന്ന ഒഴിവാക്കിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിയുടെ ബാനറിലൊക്കെ ഇവിടെ ഇലക്ഷൻ കാലത്തും ഇത്രയും കാലം അത്രയും അങ്ങനെ പ്രവർത്തിക്കുന്നത്. ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ സൈമൺ മാഷ് പാർട്ടിയുടെ പേര് പലതും മാറിയിട്ടില്ല. സോഷ്യലിസ്റ്റ് ജനത എന്നായിട്ടുണ്ട്, RJD എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോക ജനത LJD എന്ന് പേര് വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, സൈമൺ മാഷ് എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ സൈമൺ മാഷാണ് ഗുരുവായൂരിൽ എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുണ്ട് ഞാൻ. അത് കാരണം കൊണ്ട് അറിയുന്നത് ജനതാ പാർട്ടിക്കാരൻ എന്നുള്ള പേരിൽ തന്നെയാണ്. അത് എനിക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു സജീവ നിർണായക പങ്ക് ഞാനും വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ഏറെ അഭിമാനത്തോടെ ഞാനൊന്ന് ഓർക്കുകയാണ്. കുറച്ച് കാലം ഈ ഇടതുപക്ഷ മുന്നണിയുമായിട്ട് വിട്ടു നിൽക്കാൻ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ആ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടത് പരിഗണന കിട്ടാത്ത കാര്യം വന്നപ്പോൾ അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന വീരേന്ദ്രകുമാർ കോൺഗ്രസിലേക്ക് അല്പം പറഞ്ഞു വിട്ട് ഞങ്ങൾ UDF ആയിട്ട് ഇടപെടുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ വീണ്ടും തിരിച്ചിങ്ങനെ വന്നു. മര്യാദ പരിഗണനയൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. എന്തായാലും സജീവമായിട്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. മാഷ്ടെ കുടുംബത്തെ പറ്റി? എനിക്ക് 2 ആൺമക്കൾ. എൻ്റെ ജീവിത പങ്കാളി ഒരു 48 വയസ്സിലെ ലോകത്തോട് ഇവിടെ പറഞ്ഞു. മരണം വളരെ നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരും കണ്ടു. ഒരു 7 വർഷം മുമ്പ് തന്നെ ഹാർട്ടിൻ്റെ വാൾവ് സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിലാണെന്ന് കാര്യം മനസ്സിലായി. അമലയിലുണ്ടായിരുന്ന ഗീവർ സക്രി ആയിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഒടുവിൽ ചിത്രയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി ലോകത്തോട് വിട പറഞ്ഞു. എനിക്ക് 2 ആൺമക്കളാണ്. അവരൊക്കെ സെറ്റിൽഡാണ്. അവരൊക്കെ വിവാഹിതരായി. ഒരാൾ ബിസിനസ്സുകാരനാണ്. മൂത്ത മകൻ പൊറനാട്ടുകര ശ്രീരാമ ആശ്രമ സ്കൂളിലെ കായിക അധ്യാപകനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. അത് ഇപ്പോൾ മുല്ലശ്ശേരി കുടിശപ്പേടിലെ അവിടുത്തെ PRO ആയിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ അവർക്ക് അവരുടെ ഭാര്യമാർ, ഒരാൾ ഷീജ എന്ന് പറയും, 2 പേര് ഷീജ എന്നാണെങ്കിൽ പോലും ഒരാൾ ഞങ്ങൾ വിളിപ്പേര് ഷീര എന്നാക്കിയിട്ടുണ്ട്. എങ്കിലും 2 ഷീജമാരും, ഒരാൾ കേച്ചേരി ജ്ഞാനപ്രകാശിൽ, മറ്റൊരാൾ പുലിയന്നൂർ ഗവൺമെൻറ് UP സ്കൂളിൽ അധ്യാപികയായിട്ട് പ്രവർത്തിക്കും. അവർക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള സന്തോഷത്തിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രത്യേകം നന്ദി. ഗുരുവായൂരിൻ്റെ ഈ സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ മാഷ് നൽകിയ സംഭാവനകൾ എല്ലാ കാലത്തും സ്മരിക്കപ്പെടുന്നതാണ്. ഇതൊക്കെ പറയാൻ സന്ദർഭം ഉണ്ടായാലും വളരെ സന്തോഷം. താങ്ക് യു മാഷെ. നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാഷെ.